السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സമസ്ത ചരിത്ര പഠനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്തയോട് അനുബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ചരിത്രങ്ങൾ മനസ്സിലാക്കലാണ്. കുറേ കാര്യങ്ങൾ മാസങ്ങളായി നാം പ്രതിപാദിച്ചു. ഇനിയും എത്രയോ നമുക്ക് അത് വിശദീകരിക്കാനും പറയാനും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ഹക്ക് ജാഹി ബർക്കത്ത് കൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ ആ മഹാരഥന്മാരുടെ ആദരവ് കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തിയാക്കി അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവിച്ച് മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പലരും പല കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഓരോരുത്തർക്കും ചോദിക്കാനുള്ള ഓരോ അവസരവും ഉണ്ടാകൽ. അങ്ങനെ ചോദിക്കുകയും വേണം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ദിവസം തന്നെ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ സാധിക്കുകയുമില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലനിൽപ്പ് മാത്രം ലക്ഷ്യം വെച്ച് സാധുവായിരിക്കുന്ന ഞാൻ എൻ്റെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാണ് ഇത്തരം ദഅ്വാ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ കഴിയുന്നതും ഞാൻ സമയം ഇതിന് കണ്ടെത്തി അതിന് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ആശയങ്ങൾ വിശദീകരിക്കാനും ഞാൻ ഒരുങ്ങും. ആവശ്യമില്ലാതെ ഞാൻ ഏതെങ്കിലും കടയിൽ പോയിരുന്നിട്ടോ അങ്ങാടിയിൽ കൂടെ പോയിട്ടോ ഒന്നും സമയം അങ്ങനെ കളയാറില്ല. ഒഴിവുള്ള സമയങ്ങളൊക്കെ ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതിന് അങ്ങാടിയിലായാലും ആ പ്രവർത്തനത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നും നിങ്ങളെ അറിയിക്കുന്നു. അഥവാ വെറുതെ ഒരു സമയവും നമുക്ക് കളഞ്ഞുകൂടാ. പിന്നെ അല്പസമയം ഉറങ്ങും, വിശ്രമിക്കും, മറ്റു കാര്യങ്ങളൊക്കെ നോക്കും. കാരണം ജീവിതവും മറ്റുമൊക്കെ എല്ലാവരെ പോലെ എനിക്കും വേണമല്ലോ. അപ്പോൾ ഒരു കൂലിപ്പണിക്കൊന്നും പോയില്ലെങ്കിലും മറ്റു ചില കാര്യങ്ങൾ എൻ്റെ സാമ്പത്തികമായ ചില കാര്യങ്ങളും മറ്റുമൊക്കെ ഇടയ്ക്ക് പോകലും നോക്കലും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഒരു മകനുള്ളത് വിദേശത്തും മറ്റൊരു മകനുള്ളത് മുദരിസുമാണ്. അപ്പോൾ വിദേശത്തുള്ളവൻ എപ്പോഴും ഇവിടെ ഉണ്ടാകാൻ കഴിയില്ല. മുദരിസിനാണെങ്കിൽ എപ്പോഴും ഇവിടെ ലീവ് എടുത്ത് അല്ലെങ്കിൽ അവിടുന്ന് ജോലി ഒഴിവാക്കി വന്ന് നിൽക്കുക എന്നത് അതും നമുക്ക് ഒരു അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെയും ചോദ്യം ആവർത്തിക്കാം. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്ത് നിങ്ങൾ ഇത് സംബന്ധമായി ആര് ചോദിക്കുകയാണെങ്കിലും ആധികാരികമായി തന്നെ അതിന് നമുക്ക് മറുപടി പറയാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാദങ്ങൾക്കും ഈ പറഞ്ഞ വിശദീകരണങ്ങൾക്കുമെതിരെ ഇന്ന ഭാഗത്ത് ഇന്നത് പറഞ്ഞത് ശരിയല്ലെന്ന് തെളിയിക്കാൻ ഇന്ന് വരെ ഒരു കുട്ടിക്കും സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരെ തരം താഴ്ത്തലോ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലോ നമുക്ക് ലക്ഷ്യവുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം തുറന്നു പറയുന്നത്. ഏതായിരുന്നാലും കുറേ ആളുകളായി ഇങ്ങനെ ചോദിക്കുന്നു. ഒരു സഹോദരൻ ഒന്നിലധികം പ്രാവശ്യം ആവശ്യപ്പെടുന്നു ഒരു കറുപ്പത്തോട്ടത്തിൻ്റെ കാര്യം. ഏതായാലും ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞ കൂട്ടത്തിലെല്ലാം പറയണല്ലോ. എന്താണ് കറുപ്പത്തോട്ടം? അതൊരു തോട്ടം തന്നെ, അതിൽ വിശേഷിച്ചൊന്നുമില്ല. പിന്നെ കറുപ്പത്തോട്ടം വാങ്ങി കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിയിൽ അതിൽ അഴിമതി നടത്തി എന്നാണ് ഇവരുടെ വാദം. അല്ലേ? ഇത് പശുവും ചത്ത് മോരിൻ്റെ പുളിയും പോയി എന്ന ഒരു പഴമൊഴി ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഇതൊക്കെ കഴിഞ്ഞതാണ്. അറിയേണ്ടവരൊക്കെ അറിഞ്ഞതാണ്, മനസ്സിലാക്കേണ്ടവരൊക്കെ മനസ്സിലാക്കിയതുമാണ്. പക്ഷേ ഈ സമുദായ ദ്രോഹികൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവർക്ക് മദ്രസ ഉണ്ടാക്കാനില്ല, അവർക്ക് പള്ളി ഉണ്ടാക്കാനില്ല, അവർക്ക് ദർസ് പരിപോഷിപ്പിക്കലില്ല, അവർക്ക് സാന്ത്വനം പ്രവർത്തനങ്ങളില്ല. അതിനൊക്കെ അവരുടെ മറ്റേ ബി ടീമാകുന്ന
രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിന് കയ്യും അടിച്ച് കയ്യും കൊട്ടി ഇവരിങ്ങനെ ഓശാന പാടി ഏലേലയ്യ പാടി നടക്കുക എന്നല്ലാതെ സ്വന്തമായി ഒരു തീരുമാനങ്ങളും ഒരു പ്രവർത്തനങ്ങളും ഒരു പദ്ധതികളും അതൊന്നും ഇല്ലാത്ത ഒരു കൗമാണ് ഈ ചേളാരികൾ എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ഓരോ കക്ഷിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അവസ്ഥ നാം മനസ്സിലാക്കണം. അവർക്ക് പ്രത്യേകമായൊരു പദ്ധതിയില്ല, അവർക്ക് എന്തെങ്കിലും ഒരു നയരൂപീകരണമില്ല. നയരൂപീകരണം ഉണ്ടെങ്കിൽ ഏതാനും വർഷം മുമ്പ്, അഥവാ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തല്ല, അതിന് മുമ്പുള്ള കാലത്തല്ല, അതിന് മുമ്പുള്ള അഥവാ ഒരു 5-8 വർഷം മുമ്പ് ഒരു മന്ത്രിനെ ഇവർ ഇസ്ലാമെന്ന് പുറത്താക്കി അല്ലേ. കാസർഗോഡ് ജില്ലക്കാർക്ക് അറിയാം എന്താണ് ആ മന്ത്രിന്റെ പേര്, എനിക്കും അറിയാം. നമ്മളതിങ്ങനെ ആവർത്തിക്കൽ നമുക്ക് ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു മന്ത്രിനെ ഇസ്ലാമെന്ന് പുറത്താക്കി. സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് എന്ന്, കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് എന്ന്, ഇങ്ങനെ മറ്റു പാർട്ടിക്കാരൊക്കെ ഇന്ന് പുറത്താക്കലുണ്ട്. അത് സംഘടനയിൽ നിന്നാണ് ഇല്ലേ. നമ്മളെ സമസ്തന്റെ സംഘടനയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. നൗഷാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ കുറച്ചൊക്കെ പ്രസംഗിക്കാനും മറ്റുമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെയാണ് ആള് എന്ന് മനസ്സിലായപ്പോൾ അബൂജഹലിന്റെ കിബിർ അദ്ദേഹത്തിന് വന്നപ്പോൾ അയാൾ ചില വായാടിത്തങ്ങളൊക്കെ പറഞ്ഞു. അത് സംഘടനയ്ക്ക് യോജിച്ചല്ലെന്ന് മനസ്സിലാക്കി സംഘടനയിൽ നിന്ന് പുറത്താക്കി. കള്ള തരീഖത്തുമായി ബന്ധപ്പെട്ടു എന്ന കാരണം കൊണ്ട് യുവ പണ്ഡിതനും പ്രാസംഗികനും എഴുത്തുകാരനുമൊക്കെയായ കക്കാട് പൈസയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അല്ലേ, ഞാനൊക്കെ 1-2 ഉദാഹരണം പറയുന്ന ഇതൊക്കെ പുറത്താക്കുന്നത് സംഘടനയിൽ നിന്നാണ്. സംഘടനയിൽ നിന്നാണ് പുറത്താക്കുന്നത്. ഇത് പുറത്താക്കുന്നത് ദീനെന്നല്ല, ഇസ്ലാമിൽ നിന്നല്ല. ഇത് മന്ത്രിനെ ഒരു പുറത്താക്കിയ എന്താണ്, ഇസ്ലാമിൽ നിന്നാണ്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം, നമുക്കതൊന്ന് നോക്കാം. ഇതിനായിരുന്നു ആ മന്ത്രിയെ പുറത്താക്കിയത്. മന്ത്രിനെ പുറത്താക്കിയത് മന്ത്രിസഭയിൽ നിന്നല്ല പുറത്താക്കുന്നത്, പിന്നെ അവരുൾക്കൊള്ളുന്ന പാർട്ടിയിൽ നിന്നുമല്ല. ഈ യൂണിയൻ ലീഗ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ പേരിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മന്ത്രിയാണ് അദ്ദേഹം. അയാളെ പുറത്താക്കിയത് ഇസ്ലാമിൽ നിന്നാണ്. എന്താണ് കാരണം, മഞ്ചേശ്വരം ഭാഗത്ത് ഒരു പൊതുപരിപാടിയിൽ ഏതോ ഒരു സംഘം സംഘടിപ്പിക്കുന്ന ഒരു പൊതുപരിപാടിയിൽ മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹവും പങ്കെടുത്തു. അങ്ങനെ അവരുടെ ആ ചടങ്ങ് നടക്കുന്നതിനിടയിൽ അവരുടെ പൂജാരികളുടെ നെറ്റിയിലോ മറ്റോ സ്ഥലത്തൊക്കെ ചില ഭസ്മങ്ങളോ എന്തോ പൊടികളോ ഒക്കെ തേക്കുന്ന കൂട്ടത്തിൽ ഈ മന്ത്രിയുടെ നെറ്റിയിലും അതുകൊണ്ടൊന്ന് തൊട്ടു. അത് തൊട്ടപ്പോൾ മന്ത്രിക്ക് തോന്നി ഇതിപ്പോൾ നമുക്ക് യോജിച്ചതല്ല എന്ന നിലയ്ക്ക് അദ്ദേഹം അത് പുറംകൈ കൊണ്ടൊന്ന് തുടച്ചു. ഒരല്പം ചൂടുകാലമായിരുന്നു അന്ന്, അപ്പോൾ ഒരു തുള്ളി വിയർപ്പൊക്കെ നെറ്റിയിലുണ്ടാകും. ഇദ്ദേഹം ഇത് തുടച്ചപ്പോൾ നെറ്റിയിൽ ആകെ ഇതിൻ്റെ ഈ കളർ പരന്നു. അത് ചാനലുകാരും മറ്റുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ അവിടെയുണ്ട്. ഈ പരിപാടി അവർ ഫോട്ടോ എഡിറ്റ് ചെയ്തു. അങ്ങനെ ഇത് പുറത്തു വന്നു. പുറത്തു വന്നപ്പോഴേക്കും ഈ ചേളാരിക്കാരുടെ അവർക്കുണ്ടെന്ന് പറയുന്ന സുന്നി യുവജന സംഘത്തിൻ്റെ അടിയന്തര യോഗം പെട്ടെന്ന് മലപ്പുറത്ത് വിളിച്ചു ചേർത്തു. പെട്ടെന്ന് ചേർത്ത് ഇപ്പോൾ സമസ്തൻ്റെ അവരുടെ സമസ്ത എന്ന് പറയുന്നതിൻ്റെ സെക്രട്ടറിയായി നിൽക്കുന്ന എൻ്റെ സ്നേഹിതൻ ആലിക്കുട്ടി മുസ്ലിയാരാണ് അന്ന് അവരെ എസ്വൈഎസിൻ്റെ സെക്രട്ടറി. അവരൊക്കെ ധൃതിപ്പെട്ട് യോഗം വിളിച്ചു ചേർത്ത് അവരെ ഇയാളെ ഇസ്ലാമെന്ന് പുറത്താക്കി. എന്നിട്ട് പത്രക്കാരോട് പറയുകയും ചെയ്തു. പുറത്താക്കൽ മാത്രമല്ല, ഒരാഹ്വാനവും നടത്തി. ഇനി ആ മന്ത്രിനെ പള്ളിയിലൊന്നും കയറ്റാൻ പാടില്ല. കാരണം ഇസ്ലാമെന്ന് പുറത്താക്കിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, ഇസ്ലാമെന്ന് പുറത്താക്കിയാൽ പിന്നെ പള്ളിയിൽ കയറ്റാൻ പാടില്ല. പക്ഷേ മറ്റൊരു നിലപാട് അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. പള്ളിയിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് നിസ്കരിക്കാനേ കയറാൻ പാടില്ലാത്തുള്ളൂ. ഇപ്പോൾ പള്ളിയിലുള്ള സ്പീക്കറിന് തകരാറ് വന്ന് അതിൻ്റെ ഒരു ഓപ്പറേറ്റർ നന്നാക്കുന്ന ആള് ഒരു പക്ഷേ ഒരു കാഫിറാണെങ്കിൽ ആ കാഫിറിനെ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. എന്തിനു നന്നാക്കാൻ? കാഫിറാന്ന് വിചാരിച്ച് അവർക്ക് അവിടെ സ്പീക്കർ നന്നാക്കാതിരിക്കാൻ പറ്റുമോ? കാഫിറാണെന്ന് കരുതി സ്പീക്കർ നന്നാക്കാതിരിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ മിമ്പർക്ക് ചെറിയൊരു കേട് പറ്റി, ആ കേട് പറ്റുന്ന സമയത്ത് ഒരാശാരിയെ പള്ളിൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ കാഫിര്യങ്ങൾക്ക് കയറാം, പക്ഷെ നിസ്കരിക്കാൻ കയറാൻ പറ്റൂല.
എത്തിക്കാപ്പിരിക്കാൻ കയറാൻ പറ്റൂല. ഇതൊക്കെയാണ് നിയമം അല്ലേ? പക്ഷെ ഇവരെന്താ മനസ്സിലാക്കി, ഇയാളെ ഇനി പള്ളിയിൽ തന്നെ കയറ്റാൻ പറ്റൂല, പള്ളിയിലേക്ക് തന്നെ ഇയാളെ കയറ്റാൻ പറ്റൂല എന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കാസർഗോഡ് നിന്ന്, ആ ഭാഗത്തുള്ള മന്ത്രിയാണ്, അവിടുന്ന് ഇയാൾ മലപ്പുറത്തേക്കോ കോഴിക്കോട്ടേക്കോ ഒക്കെ വരികയാണ്. വരുന്ന സമയത്ത് പത്രക്കാരുടെ ഒരു പടയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ. എന്താ കാരണം? വെള്ളിയാഴ്ചയാണ് അയാൾ വരുന്നത്, വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ചയാകുമ്പോൾ മറ്റുള്ള ദിവസങ്ങളിലാണെങ്കിൽ ളുഹ്റ് അസ്റ് മഗ്‌രിബൊക്കെ ഒന്നുകിൽ അയാളുടെ വീട്ടിൽ വെച്ചോ അയാളുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വരുന്ന വഴിക്ക് റോട്ടിൽ വെച്ചോ ഒക്കെ നിസ്കരിക്കാം. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടപ്പോൾ പത്രക്കാരുടെ കൂടെ ഇയാൾ ഏത് പള്ളിയിലാണ് കയറുന്നത്, അങ്ങനെ കയറുന്ന പള്ളിയിൽ നിന്ന് ഇദ്ദേഹത്തെ തടയുന്നുണ്ടോ ഇത് നോക്കാനാണ്. അങ്ങനെ വന്നു. ജുമാക്ക് സമയമായപ്പോൾ പയ്യോളിക്കടുത്ത അയനിക്കാട് അല്ലെ, അയനിക്കാട് എന്ന് പറഞ്ഞാൽ അത് ഒരു സുപ്രസിദ്ധി നേടിയ സ്ഥലം തന്നെയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാരുടെ പ്രദേശമാണ് അയനിക്കാട്. മഹാനവറുകൾ അവിടെ 5 വർഷം കൊള്ളുന്ന മക്ബറയും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഒരറിയപ്പെട്ട പള്ളി തന്നെയാണ്. ജുമാക്ക് സമയമായപ്പോൾ മന്ത്രിയുടെ കാറ്, പോലീസിൻ്റെ കാറും ഒക്കെ അവിടെ, ജീപ്പും ഒക്കെ അവിടെ നിർത്തി. മന്ത്രി പള്ളിയിലേക്ക് പോയി. മന്ത്രിയുടെ കൂടെയുള്ള പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മുസ്ലിമീങ്ങളായിരിക്കുന്ന ആളുകളും പള്ളിയിലേക്ക് പോയി. കൂടെയുള്ള പോലീസുകാരിൽ മുസ്ലിമായവർ അവരും പോയി. പത്രക്കാരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളായവർ അവരും പോയി. ബാക്കിയുള്ളവരിങ്ങനെ ഈ ക്യാമറയൊക്കെ പിടിച്ചിങ്ങനെ റെഡിയായി പള്ളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഒരുങ്ങി നിൽക്കുക. എന്തിന്? ഇപ്പം മന്ത്രിൻ്റെ പെരടിയും പിടിച്ച് ഈ പള്ളി കമ്മിറ്റിക്കാരും അവിടുത്തെ ഖത്തീബും ഒക്കെ ഉന്തി ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. അത് കാത്തിക്കാണ് ഇവർ കാത്തു നിന്നത് വെറുതെ. അവിടെ ഖുത്ബ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, മറ്റുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങുന്നത് പോലെ, എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോരുന്നത് പോലെ ഇവരും പിരിഞ്ഞു പോന്നു. എല്ലാവരും പിരിഞ്ഞു പോരുന്നവരെ പോന്നു. വണ്ടിയിൽ കയറി. മന്ത്രി പോകുന്ന വഴിക്ക് മന്ത്രി പോയി, ബാക്കിൽ നിരാശരായ പത്രക്കാർ പോയി. അങ്ങനെ ആ സംഭവം അതോടെ തീർന്നു. അപ്പൊ ഈ പുറത്താക്കിയ കക്ഷിക്ക്, അഥവാ ഇപ്പോഴത്തെ ഈ ചേളാരി സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർക്കും ബാക്കിയുള്ളവർക്കും ഒരു ബോധോദയം അല്ലേ, നമ്മളിപ്പോൾ ചെയ്തത് ശരിയായോ അല്ലേ. രണ്ടാമത്തെ ദിവസം അവർ വീണ്ടും യോഗം ചേരുന്നു. അന്ന് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് പുറത്താക്കിയതൊന്നും ശരിയായിട്ടില്ല, നിങ്ങൾ അങ്ങനെയാണ് പുറത്താക്കിയത് ശരിയായിട്ടില്ല, അതുകൊണ്ട് അയാളെ ഇങ്ങോട്ടേ തിരിച്ചെടുത്തിട്ടുണ്ട്. പിറ്റേന്ന് ഇവർ പറഞ്ഞു ഈ മന്ത്രിനെ തിരിച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഞാനിത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ കാര്യം പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ചേളാരി കമ്പനിക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു അജണ്ടയോ പ്രത്യേകമായ തീരുമാനങ്ങളോ നയപരിപാടികളോ അല്ലെങ്കിൽ സമൂഹത്തിന്, ഈ സമുദായത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ അവർക്കില്ല. അവർക്ക് തോന്നിയതുപോലെ അവർ എന്തൊക്കെയോ ചെയ്യുന്നു. രാഷ്ട്രീയക്കാരെ മാതിരി എത്ര ആളെ എത്ര വട്ടം അങ്ങോട്ട് പുറത്താക്കി, ഇങ്ങോട്ടെടുത്ത് അങ്ങോട്ട് കൊഴിച്ച്, അതൊക്കെ രാഷ്ട്രീയമാണ്, അതൊക്കെ നടക്കും. അതുപോലെ ദീനിൽ പറ്റുമോ? അങ്ങനെ ദീന് കൊണ്ട് കളിക്കുന്ന, ദീനുമായി ബന്ധമില്ലാത്ത, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ ദീനിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കക്ഷികളാണ് ചേളാരികൾ. ഇത് നിങ്ങൾക്ക് ധൈര്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ 10-12 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പം അങ്ങനത്തെ ഈ കക്ഷിക്ക് കാന്തപുരം എന്താ ചെയ്യണേ? ഇതാണ് ഇപ്പോൾ ഇവരുടെ നോട്ടം അല്ലേ. അവനാൻ്റെ കുടിയിൽ കുട്ടികൾ ക്ലാസ് പൊട്ടിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആടുകളോ കന്നുകളോ അവരെ വിളവ് നശിപ്പിക്കാൻ വരുന്നു, അതൊന്നും നോക്കാൻ അവർക്ക് നേരല്ല. അതിനൊന്നും അവർക്ക് നേരല്ല. അവരെന്താ എല്ലാ സമയവും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. എന്താ ഇപ്പോൾ അവിടെ കാന്തപുരം ചെയ്യുന്നത്? കാന്തപുരം ഇപ്പം എന്നെ എവിടുക്കാ പോയത്? അപ്പോൾ കേൾക്കുമ്പോൾ ആ കാന്തപുരം അമേരിക്കയിലാണ്. എന്നാൽ കാന്തപുരം കടുത്ത ജൂതൻ തന്നെ. കാന്തപുരം അമേരിക്കയിലാ. ജൂതന്മാരുടെ സപ്പോർട്ട് കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോയത്. അതുപോലെ കുഞ്ഞാലുകളോട് ഇങ്ങനെ പിരിക്കും. അവരിങ്ങനെ ഇബ്ലീസിനെ അതുപോലെ ചിരിക്കുകയും ചെയ്യും. ഇതാണ് ഈ വിവരദോഷികളുടെ പണി. കാന്തപുരത്തിന്
പിന്നെ യഹൂദികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പോയത്. അപ്പൊ കാന്തപുരം യഹൂദിയാണ്. അല്ല, പിറ്റേന്ന് നോക്കുമ്പോൾ കാന്തപുരം ഡൽഹിയിൽ നിന്ന് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുന്നത്. കാന്തപുരം ഇവിടെ ഡൽഹിയിലാണ്. കാന്തപുരം BJP തന്നെയാണ്, ഒരു സംശയമല്ല. അപ്പൊ മറ്റൊരതിനായിട്ട് ഇങ്ങനെ ചിരിക്കാൻ നിൽക്കണം. പിന്നെ പിറ്റേന്ന് നോക്കുമ്പോൾ കാന്തപുരം ഗുജറാത്തിലാണ്. ഗുജറാത്തിലാ എന്നാ ബജറംഗദളാണ് കാന്തപുരം, കടുപ്പപ്പെട്ട BJP ആണ് അല്ലേ. ഇങ്ങനെ ഈ സാധുക്കളുടെ എല്ലാ വികാരങ്ങളും കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സമുദായ ദ്രോഹികൾ മഹാനായ ഒരു പണ്ഡിതനെതിരെ അവർ കൊണ്ടുവന്ന അവർ തീരുമാനിക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒരുതരം വികാരമായി കഴുതകളെപ്പോലെ അവര് കരഞ്ഞു തീർക്കുകയാണ്. ആ കരഞ്ഞു തീർക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ. അതിൽപ്പെട്ടൊന്നാണ് കറുപ്പത്തോട്ടം. 2000 കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിക്കടുത്ത് ഒരു പ്രദേശത്ത് കറുപ്പത്തോട്ടം വാങ്ങി. ഈ കറുപ്പത്തോട്ടം വാങ്ങിയത് ആരാണ്? ആലിക്കുട്ടി മുസ്ലിയാർ അതിലേക്ക് എത്ര കാശ് കൊടുത്തിട്ടുണ്ട്? കൈവട്ട് പൈസ കൂടത്തായി അതിലേക്ക് എത്ര കാശ് കൊടുത്തിട്ടുണ്ട്? പണിയെടുക്കാതെ ശമ്പളം വാങ്ങിയിട്ട് ഇങ്ങനെ അനൗൺസറായി നടക്കുന്ന പൂക്കോട്ടൂർക്കാരൻ എത്ര കാശ് കൊടുത്തിട്ടുണ്ട്? അമ്പലക്കടവൻ എത്ര കാശ് കൊടുത്തിട്ടുണ്ട്? ഇതൊക്കെ ഒന്ന് പറയട്ടെ. സമൂഹത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി കാന്തപുരം ചെയ്തതാണ്. കാന്തപുരമായാലും ശരി, ഞങ്ങൾ അതിന് സഹായിച്ചിട്ടുണ്ട്. ഇത്ര ഉറുപ്പിക ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഉറുപ്പിക ഞാൻ ഇന്ന ആളിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കറുപ്പത്തോട്ടം വാങ്ങാൻ എന്ന് ഇവരൊന്ന് പറയട്ടെ ജനങ്ങളെ മുന്നിൽ വെച്ച്. പിന്നെ ഇങ്ങനെയൊന്നും വക്രബുദ്ധിയില്ലാത്ത, സാധാരണഗതിയിൽ ചേളാരിക്കാരുടെ മദ്രസയിലേക്ക് കുട്ടികളെ അയക്കുന്ന, ചേളാരിക്കാർ നേതൃത്വം കൊടുക്കുന്ന പള്ളിയിൽ നിസ്കരിക്കാനും ജുമാക്കും പോകുന്ന ഉമറാക്കളാകുന്ന സജ്ജനങ്ങൾ, അവർ സുന്നികളാണ്, സുന്നി ആശയം അംഗീകരിക്കുന്നവരാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളോ അല്ലെങ്കിൽ 2000 ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവറുകളോ മഹാനായ നൂറുൽ ഉലമ അവറുകളോ അതുപോലെയുള്ള പണ്ഡിതന്മാരോ ഈ സമുദായത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി മുഅ്മിനീങ്ങളെ നിങ്ങൾ സദഖ ചെയ്യണം, നിങ്ങൾ സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ ചേളാരിക്കാരുടെ കണക്കിൽ അവരുടെ അഭിപ്രായത്തിൽ അവരെ ആളുകളാണെന്ന് പറയുന്നവർ അല്ലേ, ഓരഭിപ്രായത്തിൽ ഓരാളുകളാണെന്ന് പറയുന്നവർ മാനസികമായി അവരൊന്നും അവരുടെ ആളുകളല്ല. അല്ലെങ്കിൽ ഇവർ ഈ മാത്താങ്കൂത്ത് മുഴുവൻ നടത്തിയിട്ടും ഈ കൊടുക്കുന്ന ആളുകൾ തന്നെയാണ് പിന്നെയും കാന്തപുരത്തിന് കാശ് കൊടുത്തത്. കറുപ്പത്തോട്ടം വാങ്ങി അതിൽ കാന്തപുരം അഴിമതി നടത്തിയെന്ന് ഇന്നലെ പറഞ്ഞതല്ല, 15 വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞതാ. അത് ഈ ലോകത്ത് മുഴുവൻ അവർ പാടി നടന്നതാണ്. എന്നിട്ടല്ലേ ഇപ്പൊ 2-4 കൊല്ലം മുമ്പ് അതിനേക്കാൾ തോനെ ഏക്കർ ഭൂമി നോളജ് സിറ്റിക്ക് വേണ്ടി കാന്തപുരം ഉസ്താദ് എടുക്കാനൊരുങ്ങിയപ്പോൾ ആരാണ് കാശ് കൊടുത്തത്? ഈ പറയുന്ന മുഅ്മിനീങ്ങളാകുന്ന ചേളാരികളോട് അനുഭവമുള്ളവരും അതിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളതാരും നിഷേധിക്കുന്നില്ല, നിഷേധിക്കേണ്ട ആവശ്യവും നമുക്കില്ല. സുന്നികൾ ഞങ്ങൾ പ്രത്യേകിച്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊടുത്തു, ഞങ്ങൾ കറുപ്പത്തോട്ടം വാങ്ങി അല്ലേ. പിന്നെ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് ആരാണ്? നിങ്ങൾ വിചാരിക്കുന്നത് ഈ മർക്കസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ പട്ടിക്കാട് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഒരു ദാറുള്ള പോലെ ഒരു ഒടിഞ്ഞ ചട്ടകവും ചീഞ്ഞ ചോറെന്ന് പറയുന്നുണ്ട്. ചീഞ്ഞ ചോറ് എന്ന് പറയുന്നത് വേവേറിയ ചോറ്. വേവേറിയ ചോറ് ഇളക്കാൻ നല്ല ബലമുള്ള ചട്ടകം വേണ്ടി വരും. അതിൽ തണ്ടൊടിഞ്ഞതാണെങ്കിൽ അത് ഇളക്കുമ്പോൾ ഈ തണ്ട് പിന്നെയും മുറിഞ്ഞു പോവുക ചെയ്യുക. നിങ്ങളൊക്കെ സ്ഥാപനത്തിലെ സ്ഥിതി എന്താണ്? അതാണ് കാരണം. നിങ്ങൾക്കൊരു നായകനില്ല, നേതൃത്വമില്ല, തീരുമാനമില്ല, അജണ്ടയില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ ചീഞ്ഞ് നാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നു. എന്നാൽ മർക്കസ് സഖാവത്ത് സുന്നിയക്ക് ശക്തമായിരിക്കുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റിയുണ്ട്. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ വിദ്യാഭ്യാസ വിചക്ഷണരുണ്ട്, നല്ല 1-ാം നമ്പർ പ്ലാനിംഗ് ഓഫീസർമാരുണ്ട്, തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട്, സാദാത്യങ്ങളുണ്ട്.
ഇവരൊക്കെ യോഗം ചേർന്നുകൊണ്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞ് അതിൽ നിന്നുള്ള അഭിപ്രായം സ്വരൂപിച്ചിട്ടാണ് മർക്കസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവരദോഷികളെ, നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് കാന്തപുരം ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഒന്നും അവിടെ നടക്കുന്നില്ല. കാന്തപുരം ഉസ്താദാണ് കോടികൾ ഇതിനുണ്ടാക്കുന്നത്. പക്ഷേ അവിടെയുള്ള തീരുമാനങ്ങളും അവിടെയുള്ള പദ്ധതികളും അവിടുത്തെ പ്രവർത്തനങ്ങളും കാന്തപുരം ഉസ്താദിന്റെ സ്വന്തം അഭിപ്രായത്തിൽ അല്ല നടക്കുന്നത്. ആവശ്യാനുസരണം ആളുകൾ അതിന്റെ ഉത്തരവാദപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ആ തീരുമാനം മിനിറ്റ്സിലും അതിന്റെ റിപ്പോർട്ട് ബുക്കിലും വേണ്ടതുപോലെ രേഖപ്പെടുത്തി അത് അടുത്ത യോഗം ചേരുമ്പോൾ ആ മിനിറ്റ്സും റിപ്പോർട്ടും വായിച്ച് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ അംഗീകരിച്ച് തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഇപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമല്ല. പക്ഷെ പലരും ഇങ്ങനെ വിശദമായി പറയണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ. ആ നിലക്ക് പറയുന്നതാ. ഞങ്ങളിപ്പോ ഒറ്റ വാക്കലേന്ന് പറഞ്ഞാൽ കറുപ്പത്തോട്ടം എടുത്തോ, ഞങ്ങൾ എടുത്തു, എന്താക്കി വിറ്റു അല്ലേ. രണ്ടാള് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഒരാൾ ചോദിച്ചു, അല്ല നിന്റെ ബാപ്പ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ബാപ്പാക്ക് ഇങ്ങനെ സുഖമില്ലാതെയായി, പനി പിടിച്ചു, 2 ദിവസം വീട്ടിൽ കിടന്നു, പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നെ ചികിത്സിച്ചു. അങ്ങനെ ആശുപത്രിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോ. ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോന്നു. വീട്ടിൽ കുറച്ച് ദിവസം വിശ്രമിച്ചു. അങ്ങനെ വാപ്പ മരിച്ചു എന്നാണ്. അപ്പോഴേക്ക് ഈ കഴിക്കുന്ന ഭക്ഷണം രണ്ടാളും, പണ്ടുള്ള ആൾക്കാരൊക്കെ ഒരു പാത്രം നിന്നാണ് കഴിക്കല്. ഈ ഭക്ഷണത്തിന്റെ 75% മറ്റേ ആൾ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഇവരിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോനൊക്കെ പള്ളനുള്ളിലാക്കിയത്. എന്നിട്ട് പിന്നെ ഇവര് ചോദിച്ചു, എൻ്റെ വാപ്പ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചു മറ്റവനോട്. അവൻ എൻ്റെ വാപ്പ മരിച്ചു എന്നാണ് അല്ലേ. സംഗതി തീർന്നില്ലേ. മറ്റവൻ്റെ വാപ്പയൊക്കെ തന്നെയാണ്, പനിച്ചു, 2 ദിവസം വീട്ടിൽ കിടത്തി, പിന്നെ ആശുപത്രി കൊണ്ടുപോയി, ഗുളിക കൊടുത്തു, ഡോക്ടർമാർ പരിശോധിച്ചു, അവർ കുറച്ച് ദിവസം കിടത്തി, നിവൃത്തിയില്ലാന്ന് കണ്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു, വീട്ടിൽ കുറച്ച് ദിവസം കിടന്നു, പിന്നെ മരിച്ചു അല്ലേ. സംഗതി എന്താ? പരിഭാഷ തന്നെ മരിച്ചത്. മറ്റേ തന്ത്രശാലിയായ മറ്റവൻ ഓന് ബാക്കി ഭക്ഷണം കഴിക്കണല്ലോ. എൻ്റെ വാപ്പ എങ്ങനെ മരിച്ചു? എൻ്റെ വാപ്പ മരിച്ചു അല്ലേ. ഒറ്റ വാക്കിൽ തീർന്നു. അതുപോലെ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾ അവർക്ക് അവിടെ ഒരു ചോദ്യം ഇട്ട് കൊടുത്തിക്കുക. കറുപ്പത്തോട്ടം വാങ്ങി, കറുപ്പത്തോട്ടം കൊടുത്തു, കറുപ്പത്തോട്ടം അങ്ങോട്ടാക്കി, അവിടെ ഫ്ലാറ്റ് എടുത്തു, അവിടെ അഴിമതി നടത്തി, ഇതൊക്കെ പോലെ ഇങ്ങനെ പാടിക്കൊണ്ട് കിടക്കുമ്പോഴേക്കും ഞങ്ങളിപ്പുറത്ത് അതിലും വിഭവമായിരിക്കുന്ന നോളേജ് സിറ്റിക്ക് സ്ഥലമെടുത്തു, ബിൽഡിംഗ് എടുത്തു, ലോ കോളേജിന്റെ പണി ഏകദേശം പൂർത്തിയായി, ആയുർവേദ കോളേജിന്റെ പണി അത് തീർന്നു, ഉദ്ഘാടനത്തിന് ഒക്കെ റെഡിയായിരുന്നു അല്ലേ. ഞങ്ങൾ ഇവർ പറഞ്ഞതുപോലെ ഈ ഭക്ഷണമൊക്കെ ഞങ്ങൾ വേറെ നിറച്ച് കഴിച്ചു. മറ്റുള്ള ചേളാരിക്കാരോ ഓരിപ്പോ കോട്ട വീട്ടിൽ നടക്കുക. എന്നിട്ട് പറയാ അവർ കറുപ്പത്തോട്ടം വിറ്റ് അത് അഴിമതി നടത്തിയതിന്റെ പേരിൽ വിജിലൻസ് കാന്തപുരത്തിനെതിരെ അന്വേഷിക്കുന്നുണ്ട്. പൊന്നാർ ചങ്ങായിമാരെ, ഈ വിജിലൻസിന് മേലുള്ളതാണ് CBI. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? ചേളാരിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ വിവരം കെട്ടവരെന്ന് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ മേലുള്ള ഈ CBI അന്വേഷണം നടത്തി. മഹാനഗരങ്ങളെ എറണാകുളത്തേക്ക് വിളിപ്പിച്ചു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ നല്ല പഞ്ചാരമുട്ടായി തൊള്ളിയിലിട്ട വാരി സന്തോഷിച്ചിങ്ങനെ നിന്നു. കാന്തപുരത്തിന്റെ അവസാനത്തെ യാത്രയാണിതെന്നൊരു തീരുമാനിച്ചു. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കുള്ള CBI നേരെ കൊണ്ടുപോകും. എന്നിട്ട് അവർ ആസ്ഥാനമായ മദ്രാസിലേക്ക് എത്തിക്കും. അവിടുന്ന് 2 ചോദ്യം ചോദിക്കും, 2 മുട്ടും നേരെ പിടിച്ച് തള്ളും. പിന്നെ കാന്തപുരം സൂര്യൻ കാണുകയില്ല. ഇവരുടെ വലിയ ആകാശക്കോട്ട, മനക്കോട്ട ഇതായിരുന്നു. എന്താ സംഭവിച്ചത്? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. CBI ഉസ്താദിനെ വിളിപ്പിച്ചപ്പോൾ നിശ്ചയദാർഢ്യതയോടുകൂടി, ആർജവത്തോടുകൂടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എറണാകുളത്തേക്ക് ചെന്നു. മഹാനായ മർഹൂം അവേലത്ത് കുഞ്ചുശ്ശേരി കോയത്തങ്ങൾ, അവേലത്തെ തങ്ങളവர்கள், ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇസ്മായിൽ വഫാസ് സാഹിബ് അവർ, ഇവർ 3 പേര് മാത്രമാണ് ചെല്ലുന്നത്. പക്ഷേ
കാന്തപുരത്തിനെ എറണാകുളത്ത് സ്വീകരിക്കാൻ അന്ന് കൂടിയ പൗരപ്രധാനികളുടെ വ്യൂഹം കണ്ട് തന്നെ CBI ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിയിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഈ 7 ജില്ലകളിലുമുള്ള കാന്തപുരം ഉസ്താദിനെ സ്നേഹിക്കുന്ന വലിയ പ്രമുഖരായിരിക്കുന്ന ഉമറാക്കൾ, പൗരപ്രധാനികൾ, അവർ മുഴുവനും ബെൻസ് കാറുമായിട്ട്, ഏതെങ്കിലും മാരുതി 800 ബെൻസ് കാറുമായിട്ട് കാസർഗോഡുള്ളവരും ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് എത്തി, കണ്ണൂരുള്ളവരും എത്തി, വയനാടുള്ളവരും എത്തി. ഒരു വ്യൂഹമായിട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ മലപ്പുറത്തുള്ളവർ അവരെ പിന്തുടർന്നു. അതിൻ്റെ അപ്പുറത്ത് പാലക്കാട്ടുള്ളവരും അതിൻ്റെ അപ്പുറത്ത് തൃശ്ശൂരുള്ളവരും. എറണാകുളം ടൗൺ ബെൻസ് കാറ് കൊണ്ട് നിബിഡമായി. CBI ഓഫീസിൽ നിന്ന് ഈ ജനകീയ പിന്തുണ മഹാനവറുകൾക്കുള്ള ഈ പിന്തുണ അവർ മനസ്സിലാക്കി. അപ്പൊ ചേളാരികൾ ചിലപ്പോൾ ഇതിന് പറയും, കാന്തപുരം കോടികൾ മുടക്കി ആളുകളെ കൊണ്ട് ബെൻസ് കാറുമായി ഇങ്ങോട്ട് കൂടെ വലിച്ചതാണ്. അതുമാണെങ്കിൽ നമുക്ക് അവരെ വാദത്തിന് ശരിവെക്കാം. എന്നാൽ ഇങ്ങനെ കോടികളല്ല, അതിൻ്റെ മേലെ കൊക്കോടികൾ ചെലവാക്കി നിങ്ങൾക്കൊരു 4 കാറ് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ കോടി നമ്മൾ തരാം. ഞങ്ങൾക്ക് പൈസ പ്രശ്നമല്ല, ഞങ്ങൾക്ക് കോടിയൊന്നും, ഞങ്ങൾക്ക് വില്യാറും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അള്ളാഹുവിൻ്റെ ഖജാന അത് വളരെ വിശാലമാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കുകയും ചെയ്യും. വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്. സൂറത്തുൽ മുനാഫിഖൂനിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ വിവരം? പഠിച്ചിട്ടില്ലേ? പഠിച്ചില്ലെങ്കിൽ പഠിച്ചോളൂ. ആ ഖജാനാവ് അള്ളാഹു ഞങ്ങൾക്ക് തുറന്നു തരും, തന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ സത്യത്തിൽ എങ്ങനെയായിരുന്നില്ല. അവിടെ വന്നവർ ആരൊക്കെയെന്ന് കാന്തപുരം അങ്ങോട്ടറിയില്ല, കാന്തപുരത്തിന് എല്ലാവരും അറിയും. എറണാകുളം CBI ഓഫീസിലേക്ക് അവർ കയറി ചെന്നു. ആദരവോടെ ബഹുമാനത്തോടെ ഉദ്യോഗസ്ഥന്മാർ അവർ സ്വീകരിച്ചിട്ട് അവർക്ക് കിട്ടിയ ഒരു പരാതിയെക്കുറിച്ച് കാന്തപുരത്തോട് അന്വേഷിച്ചു. കാന്തപുരം തൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ അവർക്ക് മറുപടി പറഞ്ഞു. ഇങ്ങനെയാണോ കാര്യം? എന്നാൽ മുസ്ലിയാരെ നിങ്ങൾക്ക് പോകാം. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ചായ സൽക്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയും ഒരു ലഡുവുമുണ്ട്. അത് നിങ്ങൾ ഒരു സൽക്കാരം എന്ന നിലക്ക് ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങൾ ആശീർവദിച്ച് ഞങ്ങൾക്ക് കുരുത്തവും പൊരുത്തമൊക്കെ തന്ന് നിങ്ങൾ പോകണമെന്ന് ബഹുമാനപ്പെട്ട അവേൽത്ത് തങ്ങളവറുകൾ അവരോട് ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത ചായയും കുടിച്ച് പുറത്തേക്ക് വരുമ്പോൾ എല്ലാ പത്രക്കാരും എല്ലാ ചാനലുകാരും കാന്തപുരത്തിൽ നീട്ടിക്കൊണ്ട് എന്താണ് ചോദിച്ചത്, എന്താണ് പറഞ്ഞത്, എന്താണ് ഉണ്ടായത്? അവരൊക്കെ വിചാരിച്ചത് എന്താണ്? കാന്തപുരം അങ്ങോട്ട് കയറി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കൈ ആമം വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ 2 ഇടത്തും വലത്തും, ഒരാൾ മുന്നിലും ഒരാൾ ബേക്കലും, ബാക്കിയുള്ളവർ കൂട്ടത്തിലുമായി കാന്തപുരത്തിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പത്രക്കാരും ചാനലുകാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. കാന്തപുരം ഉസ്താദിൻ്റെ ആ നെഞ്ച് വിടർത്തിയുള്ള വളരെയധികം വിനയാന്വിതനായി സുസ്മേരവതനായി പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടിയുള്ള ആ ഇറക്കം കണ്ടപ്പോൾ എന്ത് ആണ് ഉണ്ടായത്? എന്താണ് ചോദ്യം? അവർ ചോദിച്ചു, ഞങ്ങൾ മറുപടി പറഞ്ഞു. കാന്തപുരം ഉസ്താദ് തിരിച്ചു പോരുകയും ചെയ്തു. ഇങ്ങനെ അന്വേഷണങ്ങൾ CBI കൊണ്ട് പണ്ട് നടത്തിയിട്ടുണ്ട്. എന്നിട്ടാപ്പോൾ ഈ വിജിലൻസ് അവർ കൊടുത്തു. ഒരു സുന്നി വിരോധിയായിരിക്കുന്ന ഈ സമുദായ വിരോധിയായിരിക്കുന്ന ഒരാൾ പരാതി കൊടുത്തു. പരാതി ഏത് കോടതിയിൽ കൊടുത്താലും ഓലത് സ്വീകരിക്കും. അതിനാണ് കോടതി. എന്നിട്ട് അവർ അന്വേഷിച്ചിട്ട് കാന്തപുരം കുറ്റക്കാരനാണെങ്കിൽ കാന്തപുരം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കാന്തപുരത്തിൻ്റെ എളിയൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഞാനൊരു ആദർശവാദിയാണ്, സുന്നി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ്. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വം 100% അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി കാന്തപുരം ഒരു പ്രവർത്തനം ചെയ്താൽ കാന്തപുരത്തിനെ അതിൽ നിന്ന് അണികൾ കൂടി രക്ഷിക്കാനല്ല ഒരുങ്ങുക.
അദ്ദേഹം ചെയ്തത് തികച്ചും ഈ രാജ്യത്തിന് വിരുദ്ധമാണെങ്കിൽ, ഈ രാജ്യത്ത് താമസിക്കുന്ന സമൂഹത്തിന് വിരുദ്ധമാണെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഇത് കാന്തപുരത്തിനും എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ഞങ്ങളാരും നിങ്ങളെപ്പോലെ മറ്റേതെങ്കിലും നിലയ്ക്ക് ഒരാളെ പിന്നിൽ ഒരാൾക്കൂട്ടമായി കൂടിയതല്ല. ആദർശത്തിന് വേണ്ടി സംഘടിച്ചതാണ്. ആദർശമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ആശയമാണ് ഞങ്ങൾ ഏറ്റവും മുഖവിലക്കെടുക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കാൻ 100% പര്യാപ്തമായ നേതാവാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് ഞങ്ങൾ ആ നേതൃത്വം അംഗീകരിക്കുന്നു. അപ്പൊ ആ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മർക്കസ് സഖാഫത്ത് സുന്നയുടെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരം അഞ്ചരക്കണ്ടിയിൽ കറുപ്പത്തോട്ടമെടുത്തു, അതിന്റെ കാശ് കൊടുത്തു. പിന്നെ മർക്കസിന്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചു നമുക്കതിനേക്കാൾ കൂടുതൽ ലാഭമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് വിറ്റു. അപ്പൊ അത് വാങ്ങാനും അധികാരം മർക്കസിന്റെ കമ്മിറ്റിക്ക്, വിൽക്കാനും അധികാരം മർക്കസിന്റെ കമ്മിറ്റിക്ക്. പക്ഷെ ഇവർ പിടികൂടുന്നത് ആരെയാണ്? കാന്തപുരത്തിന്. കാന്തപുരം അത് കൊടുത്തുങ്ങാണ്ട് അവർ അഴിമതി നടത്തിയെന്നാണ് അവർ വാദിക്കുന്നത്. ഈ വിവരദോഷികളായ വിഡ്ഢികളെ, നിങ്ങൾ ആ അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം നിൽക്കുന്ന സ്ഥലം ഏത് സബ് രജിസ്ട്രാറുടെ ഓഫീസ് പരിധിയിലാണ് നിങ്ങളത് അന്വേഷിക്കുക. നമുക്കത് അറിയും, നമ്മൾ പറയില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നിങ്ങൾ പോയി അന്വേഷിക്ക്. എന്നിട്ട് ആ കറുപ്പത്തോട്ടം വാങ്ങിയത് കാന്തപുരം അഥവാ ആലങ്ങാപ്പൊയിൽ അഹമ്മദാജി മകൻ അബൂബക്കർ മുസ്ലിയാർ എന്നവരുടെ പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മം തീരാധാരം, അങ്ങനെയുള്ളൂ ഈ രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുന്ന രേഖയിൽ ഉണ്ടാവുക. നിങ്ങളൊന്ന് പരിശോധിക്ക്, ഒന്നവിടെ പോയി നിങ്ങൾ പരിശോധിക്ക്. കാന്തപുരം ഉസ്താദിന്റെ പേരിൽ ആ കറുപ്പത്തോട്ടത്തിന്റെ ആധാരമുണ്ടോ? അത് രജിസ്റ്റർ ചെയ്തിരുന്നോ? കാന്തപുരം വിൽക്കണമെങ്കിൽ കാന്തപുരത്തിന്റെ പേരിലുള്ള രജിസ്റ്ററെ കാന്തപുരത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ പറയും ബിനാമിയായിട്ട് എടുത്തതായിരിക്കും അല്ലെ. ആളെങ്ങനെ ഒരു പേരിനൊരാളെ നിർത്തിയിട്ട് അങ്ങനെ പണ്ടുള്ള ചില മുതലാളിമാര് ചെയ്തിരുന്നു. അവരെ കൂലിപ്പണിക്കാർ, അവരെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിൽ അവർ ഭൂമി എടുക്കും. അപ്പൊ അന്നത്തെ കാലത്തൊന്നും എടുക്കാൻ ആരുടെയും എടുക്കുന്ന ആളുടെ ആവശ്യം രജിസ്റ്റർ ഓഫീസിലില്ല. ഇപ്പോഴങ്ങനെയല്ല, എല്ലാവരും ഫോട്ടോ വേണം, ഐഡന്റിറ്റി കാർഡ് വേണം, എടുക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെ അവിടെ ഹാജരാകണം. അന്നാ നിയമമൊന്നുമില്ല. അപ്പൊ ആരെങ്കിലും പേരിൽ എഴുതിയെടുക്കും. പിന്നെ ഈ മുതലാളി എടോ ഇങ്ങോട്ടൊന്ന് വാ, നാളെ നമുക്കൊന്ന് ഇന്നേടത്ത് പോകാനുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വണ്ടൂരാണ് രജിസ്റ്റർ ഓഫീസ്, നമ്മൊന്ന് വണ്ടൂർ പോകാണ്ട് രാവിലെ വരണം എന്നത്. അപ്പൊ എന്തോ ആവശ്യത്തിനായിരിക്കും മുതലാളി അങ്ങനെ വണ്ടൂരെത്തി. ഒരു 11 മണിയായപ്പോൾ അവിടെ എത്തി. അതാ നമുക്ക് ഇവിടെ നിന്ന് പോവുക. അവിടെ ചെന്ന് പിന്നെ അവിടെ കയറി ഇവിടെ നിന്ന് ഒപ്പിട്ട മുതലാളിയിലെ പറയുന്നത് ഓനവിടെ ഒപ്പിട്ട് തിരിച്ചിറങ്ങി. എന്നാ അവിടെ പോയി ചോറുന്നോ അല്ലെങ്കിൽ ചായ കുടിച്ചോ, ഒരു 100 ഉറുപ്പ്യാണ് കൊടുത്താൽ ഇവനും സന്തോഷമായി. അന്നൊരു ദിവസം കൂലി 25 ഉറുപ്പ്യാണ്. ഇപ്പം വണ്ടൂർ അങ്ങാടിയിൽ പോവുകയും ചെയ്ത് അങ്ങാടിയൊക്കെ ഒന്ന് കാണുകയും ചെയ്ത് നല്ലൊരു ബിരിയാണി തിന്നാൻ കാശും കിട്ടി. ബാക്കി കുടിക്ക് മത്തനും പയറും കുമ്പളങ്ങിയും പിന്നെ ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിക്കൊണ്ടുവരാനുള്ള പൈസ എന്നതിലുണ്ട്. അങ്ങനെ പണ്ട് നടന്നിരുന്നു, ഇപ്പോഴത് നടക്കില്ല. അങ്ങനെ ബിനാമിയുടെ പേരിലാണ് എന്നിവരെ ആരോപിക്കും. അല്ലേ, അംഗീകൃത ബിനാമിയുണ്ട് ഇപ്പോൾ പറഞ്ഞു കണ്ടിട്ടുള്ള. എന്നാൽ ഈ വിവരദോഷികൾ ഒന്ന് പഠിക്കട്ടെ. കാന്തപുരം ഉസ്താദിന്റെ പേരിൽ മർക്കസിന്റെ 1 ഇഞ്ച് ഭൂമി പോലും 978 ആദ്യമായി മർക്കസിന്, ഇപ്പോൾ മർക്കസിന്റെ മെയിൻ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്ന കാരന്തൂരിൽ ഭൂമിയെടുത്തത്. മർക്കസിന്റെ ആദ്യത്തെ ഭൂമി എടുക്കൽ. അതിന്റെ പരിസരത്തിന് ഇപ്പോൾ 40-ലധികം ഏക്കർ ഭൂമിയുണ്ട്. 7 ഏക്കർ ഭൂമി എടുത്ത ആ കാലത്ത് അത് മാറിയിട്ട് ഇപ്പം പരിസരത്ത് തന്നെ 40-ലധികം ഏക്കർ ഭൂമിയുണ്ട്. അതിലൊക്കെ മർക്കസിന്റെ ഓരോ കെട്ടിട സമുച്ചയങ്ങൾ, വിദ്യാഭ്യാസ സംരംഭങ്ങൾ, കേന്ദ്രങ്ങൾ തലയുയർത്തി നിൽക്കുന്നുമുണ്ട്. അവിടെ പട്ടിക്കാട് കോളേജിന്റെ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നത് പോലെ എവിടെയെങ്കിലും കാട് പിടിച്ച് കിടക്കുകയല്ല, 1 ഇഞ്ചും വെറുതെ ആക്കിയിട്ടില്ല. എന്നാൽ ഈ ദീനീ വിരോധികളാകുന്ന ഈ കക്ഷികളോട് നിങ്ങൾ ആവശ്യപ്പെടുക,
നിങ്ങളൊന്ന് അന്വേഷിക്കണം. കുന്നമംഗലത്തിൻ്റെ അല്ല കാരന്തൂരിൻ്റെ രജിസ്റ്റർ ഓഫീസുള്ളത് കുന്നമംഗലത്താണ്. നമ്മൾ പറയാതെ എല്ലാവർക്കും അറിയാം. അവിടെ ചെന്നവർ അന്വേഷിക്കട്ടെ, ഈ ഭൂമി എടുത്തത് ആരുടെ പേരിൽ. അതിനുശേഷം എടുത്ത ഭൂമിയാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള നമ്മളെ കോംപ്ലക്സ് നിൽക്കുന്ന സ്ഥലം. അവിടെ 2 സ്ഥലമുണ്ട്. ഒന്നതിൻ്റെ കയറുമ്പോൾ വലഭാഗത്ത് കാണുന്ന മെയിൻ ബിൽഡിങ്, പിന്നെ അതിൻ്റെ നേരെ മുന്നിലുള്ള പള്ളി, അതിന് ചുറ്റുമുള്ള മസ്ജിദ് ബസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയും പള്ളിന് ചുറ്റുമുള്ള ബിൽഡിംഗ് പിന്നെ എടുത്തതാണ്. ഈ എടുത്തതിൻ്റെ ആധാരം ഏതായിരുന്നാലും കോഴിക്കോടായിരിക്കുമല്ലോ രജിസ്റ്റർ ഓഫീസ്. നമ്മൾ പറയാതെ തന്നെ അറിയാലോ. ഒന്ന് അവിടെ ചെന്ന് അന്വേഷിക്കട്ടെ, ഈ സ്ഥലം കാന്തപുരത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നോ എന്ന്. അതിനുശേഷം കുന്നമംഗലത്തിനും കൊടുവള്ളിക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് തെങ്ങും തോട്ടം എടുത്തിട്ടുണ്ട്. ആരുടെ പേരിലാണ് ഈ ആധാരമെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. പിന്നെ മദ്രാസിൽ അവിടെയുള്ള ഒരു പൗരമുഖ്യൻ ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം മർക്കസിന് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം വേറെയാണ്, അതിന് മുകളിലുള്ള നില അത് കൊടുത്തിട്ടുണ്ട്. ആരുടെ പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തതെന്ന് മദ്രാസ് മൊത്തം പോയി അന്വേഷിച്ച് നോക്കട്ടെ. അവർ എല്ലാ രജിസ്റ്റർ ഓഫീസിലും ചോദിച്ചോട്ടെ. ഇങ്ങനെ നിരവധി സ്ഥലങ്ങൾ ഇല്ലേ, പ്രവിശാലമായിരിക്കുന്ന 125 ഏക്കർ ഇപ്പോൾ നോളേജ് സിറ്റിക്കുണ്ട്. ഇടയ്ക്കത്തെ സമയത്ത് അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതലെടുത്തു, അതിൽ നിന്ന് കുറച്ച് വിറ്റു, എന്നിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തനം തുടങ്ങി. ആ നോളേജ് സിറ്റിയുടെ സ്ഥലം ആരുടെ പേരിൽ? നിങ്ങളൊന്ന് അവിടെ പോയി അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് ദീനിനോട് ഒരു തരിമ്പെങ്കിലും കൂറുണ്ടെങ്കിൽ, ഈ ചേളാരികൾക്ക് ദീനിനോട് ഒരു തരിമ്പെങ്കിലും കൂറുണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ആദ്യം സ്ഥലമെടുത്തത് എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാർ മകൻ അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ. അതാരാണ്? ഞങ്ങളാളാണെന്ന് അവർ പറഞ്ഞു നടക്കുന്ന ശംസുൽ ഉലമന്റെ പേരിലാണ് ഒരാധാരമുള്ളത്. രണ്ടാമതൊരാധാരവും കൂടി അങ്ങനെയുണ്ട്. ഏത്? കോഴിക്കോട് ടൗണിലുള്ള മർക്കസ് കോംപ്ലക്സിന്റെ മെയിൻ ബിൽഡിംഗ്, അഥവാ അങ്ങോട്ട് കയറുമ്പോൾ വലഭാഗത്ത് കാണുന്ന 100 കണക്കിന് റൂമുകളുള്ള 6-7 നില ഉയരമുള്ള വലിയ ഓഡിറ്റോറിയമുള്ള വലിയ ഹോട്ടലുള്ള വലിയ ലോഡ്ജുള്ള ആ വലിയ ബിൽഡിങ്, അതിൻ്റെ ആധാരം എഴുത്തച്ചങ്കണ്ടി കോയക്കുട്ടി മുസ്ലിയാർ മകൻ അബൂബക്കർ മുസ്ലിയാരുടെ പേരിലാണ്. ഞാൻ ഈ മഹാന്മാരോട് അവരെങ്ങനെ ഒരു പേര് പറഞ്ഞുകൊണ്ടിങ്ങനെ തെരന്താഴ്ചയല്ല, ആ ആധാരത്തിൽ എഴുതിയ പേര് പറഞ്ഞതാ, അഥവാ ശംസുൽ ഉലമയുടെ പേരിലാണ്. എന്നാൽ പള്ളിന്റെ ചുറ്റും നിൽക്കുന്ന ബിൽഡിംഗ് അഥവാ മസ്ജിദ് ബസാർ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിന്റെ ആധാരം മർഹൂം അവേലത്ത് തങ്ങളുടെ പേരിലാണ്. പിന്നെ കുന്നമംഗലത്തിനും കൊടുവള്ളിക്കുമിടയിലുള്ള തെങ്ങും തോപ്പിന്റെ ആധാരം പരിശോധിച്ച് നോക്കിയാൽ അത് ബഹുമാനപ്പെട്ട മർഹൂം ഫസൽ പൂക്കോയ തങ്ങളുടെ പേരിലാണ്. ഇപ്പോൾ താമരശ്ശേരിക്കപ്പുറത്ത് ഒടുങ്ങാക്കാട് മഖാമിന്റെയും കുറച്ച് മുന്നോട്ട് പോയാൽ കൈതപ്പൊയിലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ വലഭാഗത്തേക്കുള്ളിൽ കയറിയാൽ, ഇതൊക്കെ പറയുമ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ പറയില്ലായിരുന്നു. ഇപ്പം അതൊക്കെ നിങ്ങൾ പറയും, കാരണം അവിടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. പണ്ടെങ്ങനെ ഓളേശ്വരിക്ക് സിലിണ്ടറിനെ വരെയുള്ളായിരുന്നു. അല്ലെങ്കിൽ ഈ പഹേര് പോയി അവിടെ പാരവെക്കതില്ലേ, ആ പണിയൊക്കെ പൂർത്തിയാക്കി റെഡിയാക്കി ഞങ്ങൾ കടലാസൊക്കെ റെഡിയാക്കിയപ്പോൾ മന്ത്രിമാരെ വിളിച്ചു, നേതാക്കളെ വിളിച്ചു, അവിടെ ശിലാസ്ഥാപനം നടത്തി. ഇപ്പോൾ ഞങ്ങൾ പറയും താമരശ്ശേരി ചുങ്കത്ത് നിന്ന് പിന്നെയും ഒരു 10-12 കിലോമീറ്റർ പോയി അടിവാരം വയനാട്ടിലേക്ക് പോകുന്ന റോഡിലൂടെ ഒടുങ്ങാക്കോട് പ്രസിദ്ധമായിരിക്കുന്ന ഒരു മക്കാമുണ്ട്. ആ മക്കാമിൽ സിയാറത്തും കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൈതപ്പൊയിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ വലഭാഗത്തേക്ക് റോഡിലങ്ങോട്ട് കയറിയാൽ അവിടെ നോളേജ് സിറ്റി കാണും. ആ നോളേജ് സിറ്റിയുടെ പ്രവിശാലമായ 125 ഏക്കർ സ്ഥലം ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പഖി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി, അവരെ കല്യാണം കഴിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പഖി തങ്ങളുടെ അനുജന്റെ മകൻ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് ഉമർ ബാപ്പഖി തങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവ്, എല്ലാ നിലക്കുള്ള സനതും പറഞ്ഞു തരിക. എല്ലാ നിലക്കുള്ള സനതും ആ മഹാനായ
സയ്യിദ് അലി ബാഫഖി തങ്ങൾ. ഇന്നും അദ്ദേഹം കൊയിലാണ്ടിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് അദ്ദേഹത്തെ മടവൂർ CM സെന്ററിൽ ചെന്നാൽ അവിടുത്തെ ബൃഹത്തായിരിക്കുന്ന പരിപാടിയിൽ കാണാൻ കഴിയും. അങ്ങനെ മഹാനവരുടെ പേരിലാണ് ഈ വിശാലമായിരിക്കുന്ന നോളജ് സിറ്റിയുടെ ആധാരമുള്ളത്. എന്തിനാ ഞാൻ ഇത്ര പറഞ്ഞത്? ആദ്യം മർക്കസിന്റെ പ്രസിഡന്റ് മഹാനായ ശംസുൽ ഉലമയായിരുന്നു. ബഹുമാനപ്പെട്ടവർ ചില അനിവാര്യ കാരണങ്ങളെ കൊണ്ട് ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടി വന്നു. പട്ടിക്കാട് കോളേജിൽ പുകച്ച് പുറത്തിയാടിച്ചതുപോലെ അല്ല അല്ലേ? രാഷ്ട്രീയക്കാരുടെ സെഹറിന് അടിമപ്പെട്ടുകൊണ്ട് മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ വിദേശത്തായിരിക്കുമ്പോൾ യത്തീം ഖാനയിലെ വിദ്യാർത്ഥികൾക്ക് അരിയും സാധനവും വാങ്ങിയ കടയിൽ കാശ് കൊടുക്കണം. കുന്നമംഗലം ബാങ്കിൽ കാശുണ്ട്. പ്രസിഡന്റ് സെക്രട്ടറി, അല്ലെങ്കിൽ പ്രസിഡന്റ് ഖജാൻജി, അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ്, അല്ലെങ്കിൽ സെക്രട്ടറി ഖജാൻജി, ഇങ്ങനെ 3-2 പേർ ഒപ്പിട്ട് കൊടുത്താലേ അവിടുന്ന് കാശ് കിട്ടും അല്ലേ? നിങ്ങൾ നോക്ക്, മർക്കസിന്റെ പ്രവർത്തനങ്ങളും അക്കൗണ്ടുകളും ഒക്കെ എത്ര സുതാര്യമാണ്. മഹാനായ കാന്തപുരം വിദേശത്ത് പോയിട്ടും അല്ലാതെയുമൊക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കി അത് അതിൻ്റെ ആ ശരിയായ വഴിക്ക് കുന്നമംഗലം ബാങ്കിലും അതുപോലെ കോഴിക്കോട് SBT ബാങ്കിൽ നിക്ഷേപിച്ചാൽ കാന്തപുരം ഒറ്റയ്ക്ക് ചെന്ന് ഞാനുണ്ടാക്കിയ കാശാണ്, എനിക്കതിൽ നിന്നും ഒരു 10 ലക്ഷം കിട്ടണമെന്ന് വിചാരിച്ചാൽ മാനേജർമാർ സമ്മതിക്കുകയില്ല, അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് സമ്മതിക്കുകയില്ല. ജോയിന്റ് അക്കൗണ്ടാണ്. ആ ജോയിന്റ് അക്കൗണ്ടിൽ 2 ആളെ പേരും 2 ആളെ ഒപ്പം വേണം അല്ലേ? അതൊന്നിരിക്കൽ പ്രസിഡന്റ് സെക്രട്ടറിയും, അല്ലെങ്കിൽ പ്രസിഡന്റും ഖജാൻജിയും, അല്ലെങ്കിൽ സെക്രട്ടറിയും ഖജാൻജിയും, ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്താലേ കിട്ടൂ. മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ വിദേശത്താകുന്ന സമയത്ത് ഈ മർക്കസിലെ ക്ലർക്ക് ഒരു ചെക്കിന്റെ ലീഫുമായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ വീട്ടിലെത്തിയപ്പോൾ എനിക്കിപ്പോൾ അതിന് ഒപ്പിടാനൊന്നും സൗകര്യമില്ല, നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ ക്ലർക്കിന് മടക്കി അയച്ചു. കൊടുവള്ളി അധികാരി എന്ന് പറയുന്ന കുഞ്ഞമ്മദ് ഹാജിയായിരുന്നു അന്ന് ഖജാൻജി. അദ്ദേഹം മാത്രം ഒപ്പിട്ടാൽ സംഖ്യ കിട്ടുകയും ഇല്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദ് വിദേശത്തുമാണ്. ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് AP ഉസ്താദ് വന്നപ്പോൾ മർക്കസിന്റെ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് അതിന് വേണ്ടപ്പെട്ടവർ വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് തീരുമാനമെടുത്തു. ഈ പ്രസിഡന്റ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇവിടെ ഒപ്പിട്ട് തരാൻ വിസമ്മതിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് ആ പ്രസിഡന്റിനെ മാറ്റി മറ്റൊരാളെ പ്രസിഡന്റാക്കാം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ നിയമപരമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി ബഹുമാനപ്പെട്ട അവേൽത്ത തങ്ങൾ പ്രസിഡന്റായത്. ആ അവേൽത്ത തങ്ങൾ പ്രസിഡന്റായതിനു ശേഷമാണ് കോഴിക്കോട് ടൗണിലുള്ള പള്ളിക്ക് ചുറ്റുമുള്ള മസ്ജിദ് ബസാർ എന്ന് പറയുന്ന സ്ഥലം കച്ചവടമാക്കുന്നത്. അപ്പോൾ ആ ആധാരത്തിലുള്ള എന്താണ്? മർക്കസ് സഖാഫത്തി സുന്നിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സയ്യിദ് അവേൽത്ത ഹദൽ കുഞ്ഞു സയ്യിദ് തങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മന്തീരാധാരം. നേരത്തെയുള്ള ആധാരങ്ങളോ മർക്കസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എഴുത്തച്ഛൻ കണ്ടിക്കോയക്കുട്ടി മുസ്ലിയാർ മകൻ അബൂബക്കർ മുസ്ലിയാർ 62 വയസ്സ് പേരിൽ എഴുതി കൊടുക്കുന്ന ജന്മം തീരാധാരം അല്ലേ? 62 ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാട്ടോ. ചിലപ്പോൾ ഇനി അത് നിങ്ങളവിടെ പോയി ഇതൊക്കെ അന്വേഷിച്ച് പിടിച്ചു നോക്കുമ്പോൾ 60 അല്ലെങ്കിൽ 58 അല്ലെങ്കിൽ 64 ഒക്കെ ആകാം. അങ്ങനെ വയസ്സും കൂടി ചേർത്തിട്ടാണ് ആധാരത്തിൽ എഴുതൽ. അതിനുശേഷം ബഹുമാനപ്പെട്ട മഹാനായ അവേൽത്ത തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീടുള്ള പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു. അപ്പോൾ എടുത്ത ഭൂമി സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ വഫാത്തായതിനു ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബാഫഖി തങ്ങളുടെ മകളെ ഭർത്താവ്, ബാഫഖി തങ്ങളുടെ അനുജന്റെ മകൻ, സയ്യിദ് ഉമർ ബാഫഖി തങ്ങളുടെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ്, ശിഹാബ് തങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്. ഈ മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങളാണ് പിന്നെ പ്രസിഡന്റായത്. ആ പ്രസിഡന്റായപ്പോൾ പിന്നെ എടുത്ത സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പേരിൽ. എങ്ങനെ? ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലക്ക് ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? നേരത്തെ വാങ്ങിയ ഭൂമി EK അബൂബക്കർ മുസ്ലിയാരുടെ മക്കൾക്ക് കിട്ടുകയില്ല. പിന്നീട് വാങ്ങിയ ഭൂമി ബഹുമാനപ്പെട്ട അവേൽത്ത തങ്ങളുടെ മക്കൾക്ക് കിട്ടുകയില്ല.
പിന്നീട് വാങ്ങിയ ഏത് സ്വത്തും ഭൂമി എന്താണെങ്കിലും ഫസൽ പൂക്കോയ തങ്ങൾ മക്കൾക്ക് കിട്ടുകയില്ല. ഇപ്പോൾ നിലവിലുള്ള ഭൂമി ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾ മക്കൾക്കും കിട്ടൂല. 8 ആമക്കളുണ്ട്, ഒരു പെൺകുട്ടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾക്കുള്ളത്. അല്ലേ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര തിരിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലേ, അവർക്ക് കിട്ടൂല. എന്താ കാരണം നമുക്കൊന്ന് പറയാം. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അല്ലേ, 8 മക്കളുണ്ട്, ആൺകുട്ടികൾ, 1 പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നത് ഒരു കൊട്ടക്കണക്കിന് പറയുന്നതല്ല. കാരണം ഞാൻ നേരത്തെ തന്നെ കുടുംബത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളായിരുന്നു. ബാപ്പയ്ക്ക് തങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലാണ് ഇപ്പോഴും ബഹുമാനപ്പെട്ട തങ്ങളവர்கள் താമസിക്കുന്നത്. അവരുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ അപ്പുറത്ത് വീടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില വീടുകളൊക്കെ അവർ താമസം തുടങ്ങിയിട്ടുമുണ്ട്. ആ വീടുമായി അഭേദ്യമായ ബന്ധമുള്ള ആളായിരുന്നു ഞാൻ. പിന്നെ ഈ സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾ മഹാനവറുകളെ ഞാൻ എൻ്റെ പവർ പറയുന്നതല്ല, ദീനീ ദഅവത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഒരു രംഗത്തുമില്ലാതെ ഇരിക്കുന്നൊരു കാലമായിരുന്നു 978 വരെ. ബഹുമാനപ്പെട്ടവരെ ആ വീടിൻ്റെ ഇപ്പുറത്ത് മെയിൻ റോഡിനനുബന്ധിച്ച് ഒരു ചെറിയ തുണിക്കട, അതിന്നുമുണ്ട്. ഇന്നാ തുണിക്കട അവരുടെ മക്കളൊക്കെ നടത്തുന്നത്. മുബാറക്ക് എന്ന് പറഞ്ഞാണ് ഇതിന് പേര്. ബഹുമാനപ്പെട്ടവർ രാവിലെ അവിടെ വരും, അത് തുറന്നിരിക്കും. അവിടുന്ന് സ്വലാത്തും ദിക്റും ഖുർആനോത്തുമൊക്കെയായി അങ്ങനെ കഴിഞ്ഞുകൂടും. ആരെങ്കിലും വന്ന് ചെറിയ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടക്കും. അതുകൊണ്ട് ഈ ചെറിയ മക്കളെയും തൻ്റെ കുടുംബത്തെയും പോറ്റുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു. ഫൈസി ബിരുദം നേടിയ ഒരു പണ്ഡിതൻ കൂടിയാണെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങൾ ഒരു സ്റ്റേജിൽ കയറുകയോ ഒരു പ്രസംഗം നടത്തുകയോ മറ്റൊന്നും ചെയ്യാത്ത ഒരാൾ. അങ്ങനത്തെ സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങളെ 977 അവസാനത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട് വന്നു. ഈ കാര്യമൊന്നും ഇടയ്ക്ക് ഞാൻ പറയുന്നതാ. ഇത് സമസ്തയുടെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇതും സമസ്തയുടെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണിതും. ഇയാൾ പ്രധാനമന്ത്രിയായപ്പോൾ മൊറാർജി ദേശായി ഒരു നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ 18 വയസ്സിൻ്റെ അതുപോലെ വിവാഹപ്രായത്തിലൊക്കെ ഒരു നിയമങ്ങൾ, അതിൽ നമുക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി കൊയിലാണ്ടിയിൽ ഒരു യോഗം സംഘടിപ്പിച്ചു. എന്താണ് ശരീഅത്ത് വിരുദ്ധ പ്രതിഷേധ സമ്മേളനം എന്നായിരുന്നു അതിൻ്റെ പേര്. അന്ന് നന്ദി ദാറുസ്സലാം അറബി കോളേജിനോടനുബന്ധിച്ച് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ആ സമ്മേളനം നടത്താൻ വേണ്ടി കൊയിലാണ്ടി ബാഫക്കൈ മദ്രസയിൽ, അഥവാ ബാഫക്ക് തങ്ങളുടെ പേരിൽ ഒരു മദ്രസയുണ്ട് അവിടെ. പിന്നെ ബദരിയ മദ്രസ എന്ന് പറഞ്ഞ ഒരു വലിയ മദ്രസ അതിൻ്റെ അപ്പുറത്തുമുണ്ട്. ഈ ബാഫക്കൈ തങ്ങളുടെ സ്മരണക്കായി എടുത്ത ആ മദ്രസയിൽ അവിടെയുള്ള മുഅല്ലിമീങ്ങളുടെയും അതുപോലെ പൗരപ്രധാനികളുടെയും വേണ്ടപ്പെട്ടവരുടെയൊക്കെ ഒരു യോഗം അന്ന് ചേർന്നു. ആ യോഗത്തിലേക്ക് സാധുവായിരിക്കുന്ന ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങളെ ക്ഷണിച്ചു. നിങ്ങളൊന്ന് അവിടെ വരണം, അവിടെ ഇരുന്നാൽ മതി. പിന്നെ TC ഞാൻ വന്നിട്ടെന്താ വേണ്ടി, എനിക്കൊന്നും പറയാൻ കഴിയില്ല, നിങ്ങൾ വരണം, അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ വന്നു. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്ന് യോഗം തുടങ്ങി. ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് എന്നാൽ നമുക്കിങ്ങനെ സമ്മേളനം നടത്താം, അതിലൊരു സ്വാഗത സംഘം വേണം എന്ന്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത്. അതിൽ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, അതിൻ്റെ സെക്രട്ടറി സാധുവായിരിക്കുന്ന ഞാൻ, അതുപോലെ മറ്റതിന് വേണ്ടപ്പെട്ട മെമ്പർമാരൊക്കെ വേറെയും. അപ്പോൾ തങ്ങൾ പറഞ്ഞു എനിക്ക് കഴിയൂല, ഞാനാവൂല. നമ്മൾ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചെയറിൽ ഇരിക്കുന്ന ആളെന്നാ, നിങ്ങൾ ആ ചെയറിൽ കസാലയിൽ ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ ഞാനായിക്കോളുന്നതാണ്. അങ്ങനെ ആദ്യമായി അന്ത തങ്ങൾ SYS-ൽ വന്നിട്ടില്ല, SYS-ന്റെ പ്രവർത്തനത്തിലില്ല, മർക്കസിന്റെ പ്രവർത്തനത്തിലില്ല, ഒന്നിനുമില്ല. ഇല്ലേ, എത്രത്തോളം നിങ്ങൾക്കറിയോ? ഈ ചെയർമാൻ എന്ന നിലക്ക് നമ്മുടെ ആ പൊതുസമ്മേളനത്തിൽ ഒന്ന് പ്രസംഗിക്കേണ്ടിയിരുന്നത് 3 നേതാക്കളാണ്. ഒന്ന് മർഹൂം വാണിയമ്പലം അബ്ദുറഹിമാൻ മുസ്ലിയാർ, രണ്ടാമതൊന്ന് AP അബൂബക്കർ മുസ്ലിയാർ, മൂന്നാമതൊന്ന് ഇസ്മായിൽ വഫ. ഇത്രയും ആളുകളെ ആ വലിയ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ
വാണിയമ്പലം ഇമാം മുസ്ലിയാരെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ നാട്ടിനടുത്താണ്, നേരത്തെ പരിചയമുണ്ട്, മഹാനായ നേതാവാണ്, ഞാൻ ക്ഷണിച്ചോളാം. AP ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് ഉസ്താദ് കാന്തപുരത്ത് റസ് നടത്തുക, ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഉസ്താദുമായി നേരെ തന്നെ സാധുവായിരിക്കുന്ന എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കൊയിലാണ്ടിയിൽ നിന്ന് പുറത്ത് എവിടെ പോവുകയാണെങ്കിലും, അഥവാ തൻ്റെ വീട്ടിൽ നിന്നടുത്താണ് ഈ കട, തുണിക്കട, അവിടെയല്ലാതെ അവിടുന്ന് പുറത്ത് ജുമാഅത്ത് പള്ളിയിൽ പോവുകയാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട തങ്ങൾ ബാപ്പക്ക് തങ്ങളെ പോലെ തന്നെ ആ നീളക്കുപ്പായവും തലപ്പാവും ഒക്കെ ധരിച്ചാൽ പോലെ. അതുപോലെ കാന്തപുരത്ത് നമ്മൾ ചെല്ലുന്ന അങ്ങനെ തന്നെയാണ്. ഞങ്ങളിവിടുന്ന് ബസ് കയറി കൊയിലാണ്ടിൽ നിന്ന് ബസ് കയറി പൂനൂരിറങ്ങി അവിടുന്ന് പിന്നെ അങ്ങനെ കാന്തപുരത്തേക്ക് പോയതാണ്. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചത് നമ്മുടെ സ്വാഗതസംഘത്തിൻ്റെ ചെയർമാനാണ്. ഈ തങ്ങൾ ഏതാണ് AP ഉസ്താദ് ചോദിക്കുന്നത്? ഈ തങ്ങൾ ഏതാണ്? കാരണം AP ഉസ്താദിനോടൊന്നും ബന്ധപ്പെടാൻ തങ്ങൾ പോയിട്ടില്ല. അതിൻ്റെ പേരിൽ ഇത് ഞാൻ വലിയ ആളായിട്ട് പറയുക, അല്ലെങ്കിൽ തങ്ങളെ ചെറുതാക്കുക എന്നുള്ളതല്ല. മഹാനവറുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് ഇന്ന് മർക്കസ് സഖാഫത്ത് സുന്നയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച് ഓരോ ദിവസവും നിരവധി പരിപാടികളിൽ സംബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ വെച്ച് ദുആ ബഹുമാനപ്പെട്ട തങ്ങളവകൾ നിർവഹിക്കുമ്പോൾ സാധുവായിരിക്കുന്ന ഞാൻ മലപ്പുറം ജില്ലയുടെ ഇങ്ങേയറ്റത്ത് നിന്ന് ആ ദുആ ഇവിടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ KMIC പോലെയുള്ള ക്ലാസ് റൂമുകളിലൊക്കെ കണ്ട് ഞാനിങ്ങനെ ആനന്ദാശ്വർ കൊടുക്കുകയാണ്. ഒരു 10-40 കൊല്ലം മുമ്പ്, 39 കൊല്ലം മുമ്പ് സാധുവായിരിക്കുന്ന ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ രംഗത്തിറക്കാൻ ഈ കഠിനാധ്വാനം ചെയ്തതിന് എനിക്ക് അല്ലാഹു തആല ഇത്രമാത്രം ഫضل ചെയ്തു തന്നല്ലോ. ഈ തങ്ങൾ ചെയ്യുന്ന ദുആഇന്റെ ഒരു ഭാഗം സാധുവായിരിക്കുന്ന എനിക്കും കിട്ടുമല്ലോ. ആരും അങ്ങനെ രംഗത്തിറക്കാതിരുന്നെങ്കിൽ കൊയിലാണ്ടിയിൽ തന്നെ വാപ്പക്കി തങ്ങളുടെ കുടുംബത്തിൽ എത്ര തങ്ങന്മാരിന്ന് മറ്റുള്ളവർ അറിയപ്പെടാത്തവരുണ്ട്. ഇന്ന് സയ്യിദ് അലി വാഫഖി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലോകത്തിന്റെ എത്രയൊക്കെ ഭാഗങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ രംഗത്തേക്ക് സാധുവായിരിക്കുന്ന ഞാനാണ് തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വാപ്പക്കി തങ്ങളെ മകളെ ഭർത്താവാണ്, അനുജന്റെ മകനാണ്. നമ്മളിപ്പോൾ ആ സമ്മേളന സ്വാഗത സംഘത്തിലേക്ക് ചെയർമാനാക്കി വെച്ചിട്ടുണ്ട്. തങ്ങളൊക്കെ എല്ലാം ഭയങ്കര മടിയാണ് എല്ലാത്തിനും വരാൻ. AP ഉസ്താദിന്റെ ഒരു നിർദ്ദേശം, ഒരു ആശീർവാദം, അങ്ങനെ ഒന്നും മടിച്ചിരുന്നാൽ പറ്റൂല തങ്ങളെ, നമ്മളൊക്കെ ഒന്ന് സജീവമായി രംഗത്തിറങ്ങണം. ആ ഇടയാണ് ഞങ്ങൾ കൊയിലാണ്ടി താലൂക്ക് സുന്നിയോൻ സംഘം പുനഃസംഘടിപ്പിക്കുന്നത്. അല്ലേ, ഒരു ഉറങ്ങിയ സുന്നിയോൻ സംഘമാണ്. അന്ന് AP ഉസ്താദ് ഇങ്ങോട്ട് സെക്രട്ടറിയായി വന്നിട്ടേ ഉള്ളൂ. ആ സംഘടിപ്പിക്കുന്നത് താലൂക്ക് കമ്മിറ്റിയുള്ള കാലമാണ്. അത് സംഘടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദുകളെ നമ്മളതിനെ ക്ഷണിച്ചു. അങ്ങനെ ആദ്യമായിട്ട് തങ്ങൾ കൊയിലാണ്ടി യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് അങ്ങനെ വന്നതല്ല, കൊയിലാണ്ടി താലൂക്ക് സുന്നിയോൻ സംഘത്തിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും അതിന് ജനറൽ സെക്രട്ടറിയായി നമ്മുടെ സജീവ പ്രവർത്തകനും പൗരപ്രധാനിയുമായ പേരാമ്പ്ര VT അബ്ദുൽ ഹാജിയെയും ഞങ്ങൾ തെരഞ്ഞെടുത്തു. തങ്ങളെ ഒന്നുകൂടി പ്രവർത്തന ഗോതയിലേക്ക് ഇറക്കി. അപ്പൊ തങ്ങൾ അതിനൊക്കെ സന്നദ്ധനാകുന്ന ആളാണ്. അല്ലേ, വളരെ വിനയാന്വിതമായ പെരുമാറ്റമാണ്. അങ്ങനെ കാറ് വേണം, മറ്റത് വേണമെന്നൊന്നുമില്ല. പലയിടത്തേക്കും ഞാൻ തങ്ങളെ കൂട്ടാൻ ഞാനോട് ചൊല്ലും, തങ്ങളെ നമുക്ക് ഇന്നേടത്ത് പോകണം, ബസ്സിന് കയറി അവിടെ പോയി അവരെ കണ്ട് ഇവരെ കണ്ട് ഇങ്ങനെ പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങി. അൽഹംദുലില്ലാഹ് അൽഫമറ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഒരു ദിവസവും ഒഴിവില്ലാത്ത രംഗം വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായിരിക്കുന്ന ആ നേതാവിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ സമുദായത്തെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ബർക്കത്തുള്ള കരമാണ്, വളരെ ബർക്കത്തുള്ള കരമാണ്. ഞാൻ ഒരുപാട് എൻ്റെ വീടിന് ഞാൻ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് തറക്കല്ലിടിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ സ്ഥാപനത്തിനിടിച്ചിട്ടുണ്ട്. അതൊക്കെ നാം ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അത് വളരെ വേഗത്തിൽ അത് ഉയർന്നു വരികയും നമ്മൾ ആവശ്യങ്ങൾ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആത്മാർത്ഥതയുടെ നിറകുടമാണ് തങ്ങൾ, അതിൻ്റെ പ്രതീകമാണ്. അല്ലേ, ഒരു ജാടയുമില്ല, ആരെയെങ്കിലും ഇടയിൽ ഞാൻ ആളാണെന്നുള്ള ആ തോന്നലില്ല. ബഹുമാനപ്പെട്ടവർ ആ വിനയം അത് സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടി ചെറിയവരോടും വലിയവരോടുമൊക്കെ ഒരേ രൂപത്തിൽ പെരുമാറി ഈ നല്ല
ഒരു സാഹചര്യം കണ്ട ഉസ്താദ് അവറുകളാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഈ വലിയ പദവിയിലേക്ക് പിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മഹാനായ തങ്ങളവരുടെ പേരിലാണ് നമ്മുടെ നോളേജ് സിറ്റിയുടെ സ്ഥലമുള്ളത്. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അപ്പോഴും അത് തങ്ങളുടെ പേരിലായിരിക്കും. അതുകൊണ്ട് ഈ കറുപ്പത്തോട്ടത്തിൻ്റെ വിവാദവുമായി ഇറങ്ങിയ സമുദായ ദ്രോഹികളെ കാന്തപുരം ഉസ്താദ് ഒരു രജിസ്റ്റർ ഓഫീസിലും പോയി ഒരു തോട്ടവും ഒരു കറുപ്പത്തോട്ടവും ഒരു ചന്ദനത്തോട്ടവും ഒരു തെങ്ങും തോട്ടവും വിൽപ്പന നടത്തിയിട്ടില്ല. ഇനി അത് വിൽക്കാൻ തന്നെ ഞാനും നിങ്ങളും ഭൂമി വിൽക്കുന്നത് പോലെ നമുക്കാണ് തോന്നിയാൽ വേഗം രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ആധാരമെഴുത്തുകാരെ കൊണ്ട് എഴുത്തുകളൊക്കെ പൂർത്തിയാക്കി നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കാം. എന്നാൽ ഈ കറുപ്പത്തോട്ടവും അതുപോലെയൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് അങ്ങോട്ട് നടക്കൂല. അതാദ്യം മർക്കസ് സഖാഫ് സുന്നിയുടെ യോഗം ചേരണം, യോഗത്തിൽ തീരുമാനമെടുക്കണം. എന്നിട്ട് ഈ ആധാരത്തിന്റെ റെക്കോർഡുകളൊക്കെ എഴുതിയ കൂട്ടത്തിൽ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ഇത്രാം തീയതി ചേർന്ന യോഗത്തിലെടുത്ത ഇത്രാമത്തെ തീരുമാനപ്രകാരം ഇത് വിൽക്കാൻ തീരുമാനിച്ചു എന്ന ഒരു അഫിഡവിറ്റും കൂടി അതിൻ്റെ കൂടെ സമർപ്പിക്കണം. വിവരമുണ്ടോ ചേളാരികളെ? നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപനത്തിൻ്റെ പലതുമൊക്കെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അല്ലേ? പട്ടിക്കാട് കോളേജിൻ്റെ അതിന് വേണ്ടിയുള്ള സ്ഥലം, നല്ല 1-ാം നമ്പർ വില കിട്ടുന്ന സ്ഥലം ഇന്ന് മറ്റൊരാളുടെ കയ്യിലാണ്. അയാൾ കയ്യേറി, നോക്കാൻ ആളില്ല, ഓൽക്ക് രാഷ്ട്രീയമാണ് വലുത്. ആദ്യത്തെ ദിവസം അതിന് കേസ് വിധി പറയുന്ന അന്ന് 1976 അന്നത്തെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ സുഖമില്ലാതെ കടന്നു വന്ന് വഫാത്തായ ദിവസമായിരുന്നു. അപ്പോൾ കോടതിയിൽ നിന്നും എക്സ്പാർട്ട് വിധി വന്നു, മറ്റ് കക്ഷികൾ വരാത്തതുകൊണ്ട് ഈ കയ്യേറിയ ആൾക്ക് ആ സ്ഥലം വീതിച്ചു കൊടുത്തു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളുടെ വഫാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമവർ കോടതിയിൽ പിന്നെയും അപേക്ഷ നൽകി. ഇത് ബഹുമാനപ്പെട്ട അതിൻ്റെ സെക്രട്ടറി മരണപ്പെട്ടത് കൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. അതെല്ലാവരും അറിഞ്ഞതാണ്, കാരണം കാര്യമായ നേതാവാണല്ലോ. അതിൻ്റെ പേരിൽ കോടതി വീണ്ടും അനുവദിച്ചു, വീണ്ടും വിചാരണ നടത്തി. പിന്നീട് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു പിന്നീട് ആ കേസിൻ്റെ വിധി പറയുന്ന ദിവസം പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാരുടെയും പട്ടിക്കാട് കോളേജിൻ്റെ അല്ലേ, ആണെങ്കിൽ വന്നോട്ടെ പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന നിലപാട് ശിഹാബ് തങ്ങളടക്കമുള്ള മാനേജ്മെന്റ് എടുത്തതിൻ്റെ പേരിൽ പട്ടിക്കാട് കോളേജിൻ്റെ സ്ഥലം ഇന്ന് കാളികാവ് പഞ്ചായത്തിൽ പള്ളിശ്ശേരിക്കടുത്ത് മധുമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ കുന്നാണ്. അവിടെ വന്ന് നോക്കിയാൽ ആർക്കും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. പട്ടിക്കാട് കോളേജിലുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ കോളേജിൻ്റെ ആവശ്യത്തിന് വരുമാനമുണ്ടാക്കാനുള്ള ആ സ്ഥലം ഇന്ന് ഒരു അന്യ സമുദായക്കാരുടെ കയ്യിലാണ്. അവരാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ദീനുമായിട്ട്, ചേളാരികൾക്ക് ദീനുമായിട്ട് പണ്ടേ അത്രേ ബന്ധമുള്ളൂ. ഇതൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ മർക്കസിൻ്റെതോ നമ്മുടെ സ്ഥാപനങ്ങളുടേതോ അങ്ങനെയല്ല. മർക്കസ് ഒരു സ്ഥലമെടുക്കുമ്പോൾ അതിന് തീരുമാനമെടുക്കണം അല്ലേ? പിന്നെ അപ്പം അതിൻ്റെ അഫിഡവിറ്റൊന്നും രജിസ്റ്റർ ഓഫീസ് കൊണ്ടോണ്ട, അങ്ങോട്ട് വാങ്ങുകയാണല്ലോ. അതിൽ നിന്ന് ഇപ്പം ഈ പറഞ്ഞ് 250 പറയുന്നത് 250 പറയുന്നത് എത്ര ഏക്കറയാവട്ടെ, 1 ഏക്കറയായാലും ശരി, അത് വാങ്ങി ഒരേക്കറിൽ നിന്നും 5 സെന്റാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 100 ഏക്കറയിൽ നിന്ന് ഒരു ഏക്കറയാണ് കൊടുക്കുന്നതെങ്കിലും മുഴുവൻ കൊടുക്കുന്നില്ല. എന്നാലും മർക്കസ് സഖാഫത്ത് സുന്നിയുടെ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് ഓരോ തീരുമാനങ്ങളുണ്ടാവും. ഉസ്താദുമാർക്ക് ഇന്ന സൗകര്യം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ പ്രമുഖരായ ഉസ്താദുമാരുടെ റൂമിൽ നമുക്ക് അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു AC വെക്കാൻ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾ നോക്കൂ, ഉസ്താദുമാരുടെ റൂമിലൊക്കെ AC ഉണ്ട്. നിങ്ങളെ പറഞ്ഞ മാതിരിയൊന്നുമല്ല, ഒന്നോവറൊന്നുമല്ല. മർക്കസ് ഹൈടെക് സ്ഥാപനമാണ്. ഓഫീസൊക്കെ നിങ്ങൾ വന്ന് കണ്ടാൽ അന്തം വിട്ടുപോകും. അതിന് മാത്രം ഇന്ന് മർക്കസ് ഉയർന്നിട്ടുണ്ട്. അതൊക്കെ ഈ യോഗം ചേർന്ന തീരുമാനമാണ്. 4-ാം നമ്പർ തീരുമാനപ്രകാരം അല്ലേ? 4-ാം നമ്പർ തീരുമാനം എന്താ? മർക്കസിൻ്റെ ഓഫീസ് ശീതീകരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ അഞ്ചരക്കണ്ടിയിലുള്ള കറുപ്പത്തോട്ടം 5-ാം നമ്പർ തീരുമാനം, അഞ്ചരക്കണ്ടിയിലുള്ള കറുപ്പത്തോട്ടം അത് വിൽക്കാൻ തീരുമാനിച്ചു. അവിടെ വിറ്റും കൊടുത്തിട്ടാണ് ഈ ആധാരം അവിടെ രണ്ടാമത് മറ്റൊരാൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോ അത് വാങ്ങാനും അത് വിൽക്കാനും അധികാരം അത് മർക്കസിനാണ്. മർക്കസിന്റെ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ സമുദായത്തിനോട് പറയട്ടെ, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ വിറ്റിട്ടുമുണ്ട്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഞങ്ങളെ സൗകര്യമാണ്. ഞങ്ങൾ ഏത് വാങ്ങണം, എത്ര കൈവശം വെക്കണം, എത്ര അത് കൈമ വിൽക്കണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരം അത് മർക്കസ് സഖാഫത്ത് സുന്നിയക്കാണ്. അനധികൃതമായി ഇടപെട്ടാൽ ഇങ്ങനെയായിരിക്കും സംഭവം. എങ്ങനെ? ഈ വിശദീകരണത്തിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റും. എന്താ നിങ്ങൾക്ക് പറ്റിയ പരിക്ക്? പട്ടിക്കാട് കോളേജിന്റെ സ്ഥാപനത്തിനുള്ള സ്ഥലം അന്യമതക്കാരൊരാൾ കയ്യേറിയിട്ട് അത് നോക്കി വീണ്ടെടുക്കാൻ കഴിയാതെ അവരെ കയ്യിലാണത് എന്ന് മാലോകരെ അറിയിക്കുന്നത് അത് നിങ്ങൾക്കൊരു പരിക്കാണ്. അങ്ങനെ പരിക്ക് പറ്റാൻ നിങ്ങൾ നിൽക്കണ്ട. പരിക്ക് പറ്റാൻ നിങ്ങൾ നിൽക്കണ്ട. നിന്നാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പ്രസ്ഥാനത്തിനും നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നിങ്ങൾക്ക് കേടായിട്ട് വരും. അപ്പോൾ കറുപ്പത്തോട്ടം ഞങ്ങൾ വാങ്ങി, അത് ഞങ്ങൾ വിറ്റിട്ടോ എന്തേ കാശ് കാട്ടി അത് ഞങ്ങൾ അതിനോട് ഓരിച്ചെടുത്തു. അല്ലേ? എല്ലാവർക്കും 100 ഉറുപ്പിയാണ് കൊടുത്തു എന്ന് കൂട്ടിക്കോളി നിങ്ങൾ. അത് തീരുമാനിക്കാൻ ഞങ്ങൾക്കുള്ള അധികാരം അല്ലേ? ഈ കറുപ്പത്തോട്ടം വിറ്റിട്ട് 15 വർഷമായെങ്കിൽ എന്നതിന് ശേഷം AP ഉസ്താദിന്റെ കയ്യിൽ കേരളത്തിൽ നിന്ന് തന്നെ എത്ര കോടി ഉറുപ്പ്യ വന്നു? മർക്കസിന് വന്നു. ഒരു ദിവസം 2ഉം 3ഉം പരിപാടികൾ ഉസ്താദ് നടത്തുമ്പോൾ ചില സ്ഥലത്ത് മദ്രസ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതിന് വരുമാനം ഉണ്ടാവുകയില്ല. ഉസ്താദ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ പ്രസംഗിച്ചിട്ട് ഉസ്താദ് പറയും നിങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒന്നങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രമുഖരായിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ സ്റ്റേജിലുണ്ടാകും. എന്നാ ഉസ്താദെ ആ സ്റ്റേജ് രാജിയാർ 50,000 എൻ്റെ വക, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം മറ്റു സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കുന്ന ആൾ. അപ്പോഴത്തെ മറ്റൊരാൾ ഞാൻ 50,000, ഞാൻ 25,000, ഞാൻ 1,00,000, ഞാനൊരു ലോഡ് സിമൻറ്റ്, ഞാൻ 5 ടണ്ണ് കമ്പി, ഞാൻ 5000 കല്ല്, ഞാൻ 10 ലോഡ് മണല്. അല്ലേ? ഒരൊറ്റ നിൽപ്പിന് തന്നെ മദ്രസന്റെ പണി പൂർത്തിയായി. അല്ലേ? ആവശ്യമായ കമ്പി കിട്ടി, ആവശ്യമായ സിമന്റ് കിട്ടി, ആവശ്യമായ മണൽ കിട്ടി, ആവശ്യമായ കല്ല് കിട്ടി, കൂലി കൊടുക്കാൻ പൈസയും കിട്ടി. പിന്നെന്തേലും വേണ്ടുള്ളൂ, കുറച്ച് വെള്ളം വേണം സിമന്റ് വയക്കാൻ. അത് അവിടെയുള്ള നാട്ടുകാർ സാധുക്കളെ കോരിപ്പാർന്നുണ്ടാക്കുക. 2 മാസം കൊണ്ട് അവിടെ മദ്രസ വന്നു, സുന്നത്തുമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അല്ലേ? ഇന്നിപ്പോ ചേളാരികളുടെ ഒരു പോസ്റ്റിൽ ഞാൻ കണ്ടു, 30 മദ്രസകൾക്ക് കൂടി അംഗീകാരം കൊടുത്തപ്പോൾ 9265 മദ്രസ ഉണ്ട്. അല്ലേ? ഇപ്പൊ കഴിഞ്ഞല്ലോ ഒരു പ്രസംഗിച്ചതിന് എന്താണ് 9365. ഇപ്പൊ ഈ കൊല്ലം 30 മദ്രസകൾക്ക് കൂടി അംഗീകാരം കൊടുത്തു. അപ്പോൾ ഒരു അങ്ങോട്ട് കുറഞ്ഞു വന്നിക്കുക. ഇങ്ങനത്തെ ഇഞ്ഞും കുറയാൻ പോവുകയാണ്. അല്ലേ? അതാ മറ്റൊരാളിങ്ങനെ ഒരു കമാൻഡ് കൊടുത്തത്, 952 രൂപീകൃതമായ ഈ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് ഇത്രയധികം കൊല്ലമായിട്ട് 63 കൊല്ലമായിട്ടും ഒരു 10,000 മദ്രസ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവരെ പലരുടെയും കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോയിട്ടുണ്ട്. പലതുപോലെ ഓഫീസിലെ നമ്പറുള്ളൂ, നാട്ടുകാർ ഒരുപാട് നമ്പർ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ പറയില്ല. KMIC-യിൽ നമ്മൾ ഈ പറഞ്ഞത് അതും നിങ്ങൾക്ക് അതിൻ്റെ യൂട്യൂബിൽ പോയാൽ കിട്ടും. അതിലൊക്കെ നന്നാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വയസ്സായ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ നിൽക്കണം. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം 200-ലധികം മദ്രസ ഉദ്ഘാടനം കഴിഞ്ഞു. 200-ലധികം. അതിൽ ചെറിയ ഷെഡ് കെട്ടിയതുണ്ട്, അതിൽ ടാർപോളിങ് കൊണ്ട് കെട്ടിയതുണ്ട്, ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്. ഇവരിപ്പോൾ എങ്ങനെ വച്ച് പിടിച്ചിട്ട് ഞങ്ങൾക്ക് 30 മദ്രസ കിട്ടിയിട്ടുണ്ട്. ആ ലോകത്ത് മുഴുവനും കൂടിയാണ്, കേരളത്തിൽ മാത്രമല്ല. നമ്മൾ ഈ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ മാത്രമാണ്. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും നടക്കുന്നുണ്ട്. അവിടെയെല്ലാം കൂടിയായിട്ട് ഒരുപാട് മദ്രസകൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ, ദീനീ പ്രവർത്തനം നടത്തുമ്പോൾ, ചേളാരി വിഭാഗമേ, നിങ്ങളുടെ പണി കറുപ്പത്തോട്ടം വിറ്റോ, തൈലത്തോട്ടം വിറ്റോ, നോളേജ് സിറ്റി എടുത്തോ, ഓരോ ചങ്ങായിൻ്റെ 5 സെന്റ് സ്ഥലവും കൂടി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞേ. ഏത് ഒരു തോട്ടു എന്ന് പറയുന്നു,
ഓൻ്റെ വല്ല അഡ്രസ്സും നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ജീവൻ പോയിട്ടില്ല. അവൻ ജീവൻ പോയിട്ടില്ലെന്ന് നമുക്കറിയാം. ഓനാണിങ്ങനെ ഓൻ്റെ ആ പോയ പല്ല് വിളിച്ച് കാട്ടിങ്ങാണ്ട് 5 സെൻറ്റ് സ്ഥലം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അല്ലേ. ഇപ്പോൾ മർക്കസ് യൂണിവേഴ്സിറ്റിയിൽ ലോ കോളേജും ആയുർവേദ കോളേജുമൊക്കെ പണി പൂർത്തിയായി വരുമ്പോൾ ഇവർ അട്ടഹസിക്കുകയാണ്. ഇപ്പോൾ ഇനി കൊടുത്തു പോകല്ലേ, അത് കാന്തപുരത്തിൻ്റെ ബിസിനസ്സാണ്. കാന്തപുരമാണ് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊന്നും കിട്ടൂല, അതുകൊണ്ട് കൊടുക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വയ്യാലെ കൂടി അല്ലേ. കാന്തപുരം നടത്തുന്ന ബിസിനസ് തന്നെയാണ്. മർക്കസ് ഒരു ബിസിനസ്സാണ്. ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ബിസിനസ്സാണ് അല്ലേ. ഇതൊക്കെ ബിസിനസ് തന്നെയാണ്. ഏതാ ബിസിനസ് എന്നറിയോ? ഞങ്ങൾ നടത്തുന്ന ബിസിനസ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വതിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത ബിസിനസ്സേ അല്ലേ. ഇവിടെ ഒരു അരിക്കച്ചവടക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലക്കച്ചവടക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കച്ചവടം നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ലാഭം കിട്ടും. ലാഭത്തിന് വേണ്ടിയാണ് എല്ലാവരും കച്ചവടം ചെയ്യുന്നത്. ചിലപ്പോൾ നഷ്ടവുമാകും. ചില കച്ചവടങ്ങൾ നഷ്ടത്തിൽ പൊളിഞ്ഞു പോകും. ചില കമ്പനികൾ പൂട്ടിപ്പോകും. തൊഴിലാളികളെ മുഴുവനും പിരിച്ചുവിടേണ്ടി വരും. അവർ അവകാശം കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെയാണ് കച്ചവടത്തിൻ്റെ സ്ഥിതി. എന്നാൽ ചില ആളുകൾക്കോ അതിങ്ങനെ അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കും. നമ്മൾ ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിനെ പോലെ അബുദാബിയിലുള്ള ഇലക്ട്രാ റോട്ടിൽ ഒരു 3 ഷട്ടറിൽ തുടങ്ങിയ ആ കച്ചവടം ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 100-ലധികം വലിയ വലിയ ഷോപ്പിംഗ് മാളെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്ത് കൊടുത്തു. അങ്ങനെ അല്ലാഹു തആല കൊടുക്കും. ചിലപ്പോൾ യൂസുഫ് അലി സാഹിബിനും ചില കച്ചവടത്തിൽ നഷ്ടമുണ്ടായി എന്നും വന്നേക്കാം. അത് കച്ചവടത്തിൻ്റെ സ്വഭാവമാണ്, ബിസിനസിൻ്റെ സ്വഭാവമാണ്. ഇവർ ആരോപിക്കുന്നു കാന്തപുരം ഇങ്ങനെ ബിസിനസ് നടത്തുകയാണ്. കാന്തപുരം നടത്തുന്നത് ബിസിനസ്സാണ്, ബിസിനസ് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതാണ് ബിസിനസ് എന്നറിയുമോ? വതിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത ബിസിനസ്. ആയിരക്കണക്കിന് യതീമുകളെ പോറ്റുന്ന ബിസിനസ്, 10,000-കണക്കിന് മുത്തഅല്ലിമീങ്ങളെ പോറ്റുന്ന ബിസിനസ്. ആര് എന്തെങ്കിലും ആവശ്യം ചെന്ന് പറഞ്ഞാലും ഇന്നക ലതഹ്മിലുൽ കല്ല, എല്ലാവരുടെയും ഈ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പൂർത്തിയായി കൊടുക്കുന്ന ബിസിനസ്. വിധവകളുടെ കണ്ണീരൊപ്പുന്ന ബിസിനസ്, വാർദ്ധക്യമുള്ളവരുടെ അവശത അകറ്റുന്ന ബിസിനസ്, സാധുക്കൾക്ക് സ്വാതന്ത്ര്യമേകുന്ന ബിസിനസ്. ഇങ്ങനെയുള്ള ബിസിനസ് നൽകിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും 24 മണിക്കൂറും പണ്ഡിതന് പ്രാർത്ഥന വരുന്നു. അഥവാ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ചേളാരികളും സഹായിക്കുന്നു, കാന്തപുരത്തിന് സഹായിക്കുന്നു. കാന്തപുരത്തിന് ചീത്ത പറഞ്ഞിട്ട്, കാന്തപുരത്തിന് നമീമത്ത് പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ് മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ അക്കൗണ്ട് ഇന്ന് ഫുള്ളായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒന്നും ഇടാൻ പറ്റാത്ത രൂപത്തിൽ. അങ്ങനെയുള്ള ബിസിനസ്സാണ് കാന്തപുരം നടത്തുന്നത്. ആ ബിസിനസ്സിൻ്റെ ഭാഗമാണ് കറുപ്പത്തോട്ടം വിറ്റത്. അതിന് നിങ്ങൾക്കൊരു ഛേദവുമില്ല. ഞങ്ങൾ ഇഷ്ടമാണ്, ഞങ്ങളെ തീരുമാനമാണ്, ഞങ്ങളത് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളത് വിറ്റിട്ടുണ്ട്. പിന്നെ വാങ്ങിയവർ ഒരു പക്ഷേ ഇങ്ങനെ ടി വിയിലൊക്കെ കാണുന്ന അവിടെ വലിയ വലിയ ബിൽഡിംഗാണ്, ഒരു ബിൽഡിംഗ് എടുക്കുക, അല്ലെങ്കിൽ ഓല അവിടെ കളച്ച് മറിച്ച് വെറുതെ ഓല ഇഷ്ടമല്ലേ ഓല വാങ്ങിയ സ്ഥലം, ഞങ്ങളത് വിറ്റിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ കാശും കിട്ടിയിട്ടുണ്ട്, അതെന്താ ചെയ്യേണ്ടത് എന്ന് മർക്കസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, തീരുമാനിച്ചതുപോലെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളോടെന്ന് പറഞ്ഞാൽ ചേളാരികളോട് ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ പേരിൽ കുതിര കയറാനെന്ന് തൽക്കാലം ചേളാരികളോട് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അള്ളാഹ് പ്രസക്തമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇത് കേട്ടതിന് ശേഷം എൻ്റെ പ്രവർത്തകർ ചോദിക്കണം. ഞാനത് അവസരം പോലെ മറുപടി പറയും. നിങ്ങൾ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി ബാക്കി ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അവസരം പോലെ പറയുമെന്ന് അറിയിച്ചുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.